പ്രിയമുള്ളവർ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ആർ വി സാർ രചിച്ച ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ചരിത്രം എന്ന ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നു. പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ ഇത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുന്നു എന്ന ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നത് പരിഷത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കേരളത്തിലെ സർവകലാശാലകൾക്ക് വളരെ ബന്ധമുണ്ടെങ്കിലും താരതമ്യേന വളരെ അപൂർവമായിട്ടാണ് ഒരു സർവകലാശാല ക്യാമ്പസിൽ വെച്ച് പരിഷത്തിൻ്റെ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എൻ്റെ ഒരു ഓർമ്മയിൽ ഡാർവിനെക്കുറിച്ച് MG യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ അരവിന്ദനുമായി ഞാൻ പങ്കെടുത്ത ഒരു യോഗമാണ് എനിക്ക് അവസാനത്തെ പങ്കെടുത്തായിട്ട് ഓർമ്മ വരുന്നത്. ഒരു കാര്യത്തിൽ എനിക്ക് ഖേദം തോന്നി. ഞാനിവിടെ ഇരുന്നപ്പം ഞാൻ കേരള സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന 4 വർഷക്കാലം പരിഷത്തിൻ്റെ ഒരു പരിപാടി പോലും സർവകലാശാലയിൽ നടത്തിയിരുന്നില്ല എന്നുള്ളത് വളരെ വിഷമത്തോടു കൂടി ഞാനിവിടെ ഇരുന്ന് ഓർക്കുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഏറ്റവും ഉചിതമായ ഒരു സർവകലാശാലയിൽ വെച്ചാണ് ഇത് നടത്തിയിരിക്കുന്നത്. കൊച്ചിൻ സർവകലാശാലയിൽ വെച്ച്. കൊച്ചിൻ സർവകലാശാല സത്യത്തിൽ യൂണിവേഴ്സിറ്റി ഓഫ് കൊച്ചിൻ എന്നുള്ള പേരിൽ 1971 ആരംഭിച്ചെങ്കിലും പിന്നീട് 86 അത് സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാലയായിട്ട് മാറുന്നത്. അപ്പോൾ ആ സർവകലാശാലയിൽ വെച്ച് തന്നെ ഇത് പ്രകാശനം ചെയ്യപ്പെട്ടു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റ് സർവകലാശാല ക്യാമ്പസുകളിലേക്കും കൂടി വ്യാപിപ്പിക്കാൻ ഇതൊരു പ്രചോദനമാകട്ടെ എന്നുകൂടി ഞാൻ കരുതുകയാണ്. എനിക്കിവിടെ അവതരിപ്പിക്കാനായി നൽകിയ വിഷയം ശാസ്ത്രം കേരള സമൂഹത്തിൽ എന്നുള്ള ഒരു വിഷയമാണ്. അതിനെ സംബന്ധിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഞാനത് കാവുമ്പായോട് പറയുമായിരുന്നു, ഇത് തന്നെ ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാവുന്നതാണ് കേരള ശാസ്ത്ര സമൂഹത്തിൽ നിന്നുള്ളത്. പല തലങ്ങളിൽ അതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഞാനതിനെ ചുരുക്കി പറഞ്ഞാൽ, ആദ്യം തന്നെ വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ, കേരളത്തിന് വളരെ സമ്പന്നമായ ഒരു ശാസ്ത്ര പാരമ്പര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുതന്നെയും വിശദമായി പരിശോധിക്കപ്പെടണം. പക്ഷേ എടുത്തു പറയാവുന്ന ഒന്ന്, ഗണിതശാസ്ത്രത്തിലും പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രത്തിലുമുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് കേരളം. രണ്ടാമതായിട്ട്, ആധുനിക കാലം എടുത്തു കഴിഞ്ഞാൽ തന്നെ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും സാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. സമീപകാലത്തെടുത്തുക മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കിയ. പക്ഷെ അതങ്ങനെ ഇരിക്കെ തന്നെ മൂന്നാമത്തെ ഒരു പരിപ്രേക്ഷ്യം കൂടി എനിക്ക് അവതരിപ്പിക്കാനുണ്ട്. ഈ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ സാധ്യതകൾ ഏറ്റവും കുറച്ച് പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതാണ് മൂന്നാമത്തെ ഒരു പ്രശ്നം. നാലാമത്, ഇങ്ങനെ ശാസ്ത്ര പാരമ്പര്യവും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സാന്നിധ്യവും ഒക്കെ ഇരിക്കെ തന്നെ കേരളത്തിൽ സമീപകാലത്ത് അശാസ്ത്രീയ ചിന്തകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒക്കെ വ്യാപ്തി വർദ്ധിച്ചു വരികയാണ്, നമ്മളെ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ. ഇത്രയും കാര്യങ്ങളാണ് പൊതുവിൽ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ശാസ്ത്ര പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഗണിതശാസ്ത്ര പാരമ്പര്യമാണ്. അതുതന്നെയും നമ്മൾ വേണ്ടത്ര ശ്രദ്ധിച്ചിരുന്നില്ല. എനിക്ക് തന്നെ ഉണ്ടായ ഒരു അനുഭവം, ഞാനന്ന് വൈസ് ചാൻസലറായിരുന്ന കാലത്ത് അമേരിക്കയിലെ ഒരു സർവകലാശാലയിൽ പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ആ സർവകലാശാലയിൽ ഒരു കോഴ്സായിട്ട് നടത്തുന്ന ഒരു കോഴ്സ്, ഈസ്റ്റേൺ കോൺട്രിബ്യൂഷൻ ടു വെസ്റ്റേൺ സയൻസ് എന്നുള്ളൊരു കോഴ്സ് അവർ നടക്കുന്നുണ്ട്. അതെനിക്ക് വളരെ കൗതുകകരമായി തോന്നി. നമ്മൾ പൊതുവെ വെസ്റ്റേൺ സയൻസിൻ്റെ വക്താക്കളും ഒക്കെയാണ്. അപ്പോൾ അവർ ഈസ്റ്റേൺ സയൻറ്റിഫിക് കോൺട്രിബ്യൂഷൻ ടു വെസ്റ്റേൺ സയൻസ്. എന്നിട്ട് അവിടുത്തെ പ്രൊഫസർ, എനിക്ക് വളരെ വിഷമം തോന്നി, അവിടുത്തെ പ്രൊഫസർ അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ആധികാരിക ഗ്രന്ഥമായി എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്, അത് തന്നെ അവർക്ക് എവിടുന്നോ സംഘടിപ്പിച്ചെടുത്തതാണ്. ഒരു പഴയ പുസ്തകത്തിൻ്റെ ഫോട്ടോ കോപ്പി ആയിരുന്നു. ഡോക്ടർ ജോർജ് ഗീവറീസ് ജോസഫിൻ്റെ ക്രസ്റ്റ് ഓഫ് പീക്കോക്ക് എന്നുള്ള പുസ്തകമായിരുന്നു. സത്യത്തിൽ ഡോക്ടർ ജോർജ് മലയാളിയാണെന്ന് ആലോചിക്കണം. പിന്നീട് അദ്ദേഹം കേരളത്തിൽ വന്നു, നമ്മളൊക്കെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം തന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം കേരളത്തിൽ താമസിച്ച കേരള ഗണിതശാസ്ത്രത്തിൻ്റെ ചരിത്രം പഠിച്ചു, വേറെ പുസ്തകമൊക്കെ എഴുതി. അതൊക്കെ പിന്നീട് നടക്കുക. പക്ഷേ ഡോക്ടർ ജോർജ് ജോസഫ് ഗീവറീസിനെ കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നതും അദ്ദേഹത്തിൻ്റെ പുസ്തകം കാണുന്നതും അമേരിക്കയിലൊരു സർവകലാശാലയിൽ വെച്ചാണ് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം.
ഗണിതശാസ്ത്രത്തിൻ്റെ സംഭാവനകളെക്കുറിച്ചൊന്നും ഞാൻ വിശദമായിട്ട് ഇവിടെ പറയുന്നില്ല. പക്ഷേ എങ്കിലും പൊതുവെ പറഞ്ഞാൽ 16, 17 ആ കാലഘട്ടത്തിൽ പാശ്ചാത്യ ഗണിതശാസ്ത്രജ്ഞർ, പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാവുന്ന പ്രസിദ്ധരായിട്ടുള്ള ഗണിതശാസ്ത്രജ്ഞർ നൽകിയിട്ടുള്ള പല സംഭാവനകളും മുൻകാലങ്ങളിൽ നമ്മുടെ കേരളത്തിലെ ഗണിതശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നതാണ്. പൈയുടെ മൂല്യങ്ങൾ, അതുപോലെ കലനശാസ്ത്രം, നമ്മൾ പറയുന്ന കാൽക്കുലസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കേരളത്തിലുള്ള ശാസ്ത്രകാരന്മാർ സംഭാവന ചെയ്തതായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആര്യഭടൻ തന്നെ കേരളത്തിലാണ് ജീവിച്ചത്. 4-ാം നൂറ്റാണ്ടാണ് അദ്ദേഹം ജനിച്ചത്, 5-ാം നൂറ്റാണ്ടെന്ന് പറയാം. കേരളത്തിലാണ്. സംക്രമ ഗ്രാമമാധവൻ, അദ്ദേഹം ഇരിഞ്ഞാലക്കുടക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ചൊരു സെമിനാർ നടന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അതുപോലെ തന്നെയാണ് പിന്നെ ഒരു നാട്ടുഭാഷയിൽ തന്നെ ഉള്ള ആദ്യത്തെ ഗണിതശാസ്ത്ര ഗ്രന്ഥം യുക്തിഭാഷ, ബ്രഹ്മദത്തനാണ് അത് എഴുതിയിട്ടുള്ളത്. കേരളത്തിലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ജെയിംസ് ഗ്രിഗറി, ബ്രൂക്ക് ട്രെയിലർ, അതുപോലെ തന്നെ ലെബിനിറ്റ്സ് തുടങ്ങിയ ആളുകൾ 16-17 നൂറ്റാണ്ടുകളായി കണ്ടെത്തിയ നിരവധി ഗണിതശാസ്ത്ര ആശയങ്ങളും യുക്തികളുമൊക്കെ കേരളത്തിലെ ഗണിതശാസ്ത്ര വിദഗ്ധർ കണ്ടെത്തിയായിട്ട് ഇന്നിപ്പോൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ കാര്യം. വൈദ്യശാസ്ത്രം പറയുമ്പോൾ അതിനകത്ത് ഒരു പ്രശ്നം, പൊതുവെ വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ആയുർവേദത്തിന് ഏറ്റവും അധികം സംഭാവന നൽകിയ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളം പറയാറുണ്ട്. പക്ഷേ അതല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ആയുർവേദം എന്ന് പറയുന്ന ആര്യന്മാരുടെ വരവോടുകൂടി, പ്രത്യേകിച്ച് 5, 6, 7 നൂറ്റാണ്ടുകളിലെ അഷ്ടവൈദ്യന്മാർ ബ്രാഹ്മണിക്കലാണ്, സംസ്കൃതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ബ്രാഹ്മണിക്കലല്ല, സവർണരായിട്ടുള്ള ആളുകളല്ല, അധസ്ഥിതരായിട്ടുള്ള ആളുകൾ, കേരളത്തിലെ അധസ്ഥിത സമുദായത്തിൽപ്പെട്ടവർ. നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പകാലത്ത് കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടി പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളാണ് വരുന്നത്, അധസ്ഥിതരായ ആളുകളാണ്. സൂതി കർമ്മിണികൾ, പ്രസവം എടുക്കാൻ വേണ്ടി വരുന്ന പ്രത്യേകമാണ്. വേലൻ, വണ്ണാൻ, കണിയാൻ എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു അന്ന് ഈ ചികിത്സ നടത്തിയിരുന്നത്. വീട്ടിലൊക്കെ വന്ന് വളരെ വികേന്ദ്രീകൃതമായ കുടുംബ ചികിത്സയാണ്. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൽ തന്നെ വൈദ്യമാർ ധാരാളമായിട്ടുണ്ടായിരുന്നു. പലരുടെ പേര് വൈദ്യൻ തന്നെ ചേർക്കാറുണ്ടായിരുന്നു. സത്യത്തിൽ നാരായണഗുരു തന്നെ ഒരു വൈദ്യനായിരുന്നു എന്നാണ്. അദ്ദേഹം 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചായിട്ട് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. പക്ഷേ ആ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ സമാഹൃത കൃതികളൊന്നും കാണുന്നത്. അദ്ദേഹം തന്നെ ഒരു ചികിത്സകനായിരുന്നു. അദ്ദേഹം തന്നെ പലപ്പോഴും പറയാറുണ്ടായിരുന്നത്, ഉദാഹരണത്തിന് വർക്കല തീർത്ഥാടന കാലത്ത് എന്ത് വസ്ത്രം ഉടുത്തു പോകണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞു, അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം വളരെ ആധുനികരായിരുന്നു കേട്ടോ. നമുക്ക് വളരെ അല്പം തോന്നുന്നൊരു വ്യക്തിത്വമാണ് നാരായണഗുരു, അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ അദ്ദേഹം വെള്ളവസ്ത്രം മതി എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിനറിയാം ഇതൊക്കെ ഒരു തരം റിച്വലായി മാറുമെന്നറിയാം. അല്ല, അങ്ങനെയല്ല സ്വാമി, എന്തെങ്കിലും ഒരു നിറമുള്ള വസ്ത്രം, മറ്റു സമുദായങ്ങളൊക്കെ അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വെള്ള വസ്ത്രം വാങ്ങിച്ചിട്ട് അത് മഞ്ഞളിൽ മുക്കി ഉടുത്താൽ മതി എന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെയുള്ള യാത്രയൊക്കെ പോകുമ്പോൾ ധാരാളം രോഗാണുക്കൾ ശരീരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് പിൽക്കാലത്തെ മഞ്ഞളിൻ്റെ ഈ ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടിയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് തിരിച്ചു വരുമ്പം കഴുകി വെള്ളവസ്ത്രം തന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പട്ടുവസ്ത്രം ഉപയോഗിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയിൽ പട്ട് പുതപ്പിച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്വാമി പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ദ്രവീഡിയൻ എന്ന് പറയാം, നാട്ടുവൈദ്യം എന്ന് പറയാവുന്ന നമ്മുടെ ഈ പറയുന്ന ആയുർവേദത്തിന് പൂർവ്വമായിട്ടുള്ള ഒരു വൈദ്യശാസ്ത്ര പാരമ്പര്യം കേരളത്തിലുണ്ട്. അത് പിന്നീട് വൈദ്യശാസ്ത്രം സ്വാംശീകരിക്കുകയാണ് ഉണ്ടായത്. ഞാനതിനെ ആന്തരിക കോളണിവൽക്കരണം എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുക. അത് വളരെ വിവാദപരമാണ്, അത് ചെയ്യുന്നില്ല. ഏറ്റവും നല്ല ഉദാഹരണം ഹോർത്തൂസ് മലബാറിക്കൂസാണ്. ഹോർത്തൂസ് മലബാറിക്കൂസ് എഴുതിയപ്പോൾ വാൻ റീഡ്, കൊച്ചിക്കാർ പ്രത്യേകിച്ച് അറിയേണ്ടതാണ്, 12 വാള്യങ്ങളുള്ള ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരം ശേഖരിച്ചപ്പോൾ ആ ഔഷധ സസ്യങ്ങളുടെ ചികിത്സാ ഉപയോഗങ്ങളെക്കുറിച്ച് അദ്ദേഹം വിവരം ശേഖരിച്ചത് ഇട്ടിയച്ചുതിൽ നിന്നാണ്. ഇട്ടിയച്ചുതൻ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. അപ്പോൾ അതൊരു ഈ പറയുന്ന രീതിയിലുള്ള, ഞാനതുകൊണ്ട് അതിന് ആമുഖം കേരള സർവകലാശാല VC ആയിരുന്നപ്പോൾ എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതണമെന്ന് വിചാരിച്ചു. ഇത് ആയുർവേദ പൂർവ്വ ദ്രവീഡിയൻ നോളജാണ്. അതിനെ പിന്നീട് അവർ ആന്തരികവൽക്കരിച്ച, പിന്നെ വൈസ് ചാൻസലർ ആകുമ്പോൾ അതൊരു വിവാദമാകും എന്നുള്ളതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയാണ് ആമുഖം എഴുതിയതെന്നും കൂടി സൂചിപ്പിക്കട്ടെ. അപ്പം അങ്ങനെ ഒരു പാരമ്പര്യം നമുക്ക് ഈ ഗണിതശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും നമുക്ക് കാണാൻ കഴിയും. ഇനി മറ്റ് പല മേഖലകളിൽ ഇതുപോലുള്ള ഉണ്ട്. ഞാനത് വേണ്ടത്ര ഇപ്പോൾ പരിശോധിച്ചിട്ടില്ല. പക്ഷെ ആധുനിക കാലത്തിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നം, ധാരാളം ശാസ്ത്രകാരന്മാർക്ക് ജന്മം നൽകിയ ഒരു പ്രദേശമാണ് കേരളം. പക്ഷെ അതൊന്നും കേരളത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല, ഒട്ടും ശ്രദ്ധിക്കപ്പെടുന്നില്ല.
ഞാൻ തന്നെ സാറിപ്പം ഒരു പുസ്തകം എഴുതിയ അനുഭവം പറഞ്ഞുകൊണ്ട് ഞാനും ഒരു പുസ്തകം എഴുതിയ അനുഭവം ഇവിടെ പറയാൻ ആഗ്രഹിക്കുക. അത് പരിഷത്തിന് വേണ്ടി ഞാനൊരു ശാസ്ത്ര സാഹിത്യ പുസ്തകം എഴുതി. കേരളീയ ശാസ്ത്ര പ്രതിഭകൾ എന്നാണ് അതിൻ്റെ പേര്. ചെറിയൊരു പുസ്തകമാണ്. ഞാനങ്ങനെ ബാലസാഹിത്യം അങ്ങനെ എഴുതാൻ ഉള്ള കാരണം എന്താണ്? ഞാൻ CMS കോളേജിൽ 2005 നിങ്ങൾക്കറിയാം വേൾഡ് ഇയർ ഓഫ് ഫിസിക്സ് 2005, അതായത് ഐൻസ്റ്റീൻ്റെ 4 പ്രസിദ്ധമായ പ്രബന്ധങ്ങൾ മിറക്കിൾ ഇയറാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടതിൻ്റെ 100ാം വാർഷികം അല്ലേ. ഐൻസ്റ്റീൻ മരിച്ചതിൻ്റെ 50ാം വാർഷികം. ഇത് രണ്ടും കൂടെ ചേർന്നാണ് 2005. സാധാരണ ഇൻ്റർനാഷണൽ ഇയർ എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുകൂടാ, ഫിസിക്സ് ഇയർ പറഞ്ഞപ്പോൾ വേൾഡ് ഇയർ ഓഫ് ഫിസിക്സ് എന്നാണ് അതിനെ പറഞ്ഞത്. അപ്പോൾ ആ ദിവസം എനിക്ക് CMS കോളേജിൽ ഒരു മീറ്റിംഗ് പ്രസംഗിക്കാൻ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവർ ഹോളിൽ ഇങ്ങനെ പ്രസംഗിക്കാൻ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അവിടുത്തെ കുട്ടികളോട് ചോദിച്ചു, ഐൻസ്റ്റീനെ തന്നെ തിരുത്തിയെന്നൊക്കെ പറയാറുള്ള 4 തവണ നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യപ്പെട്ട മലയാളി ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചു. ഒരു കുട്ടി പോലും മറുപടി പറഞ്ഞില്ല. എൻ്റെ രസം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്കറിയാം, ECG സുദർശനെയാണ്. ECG സുദർശൻ പഠിച്ചത് CMS കോളേജിലാണ്. എന്ന് തന്നെയല്ല, ഞാനിരിക്കുന്ന ഹോളിൽ നോക്കിയാൽ, എനിക്ക് നേരെ നോക്കിയാൽ ECG സുദർശൻ സെൻറ്റർ കാണാം. അങ്ങനെ ഒരു സെൻറ്റർ തന്നെ CMS കോളേജ് ക്യാമ്പസിലുണ്ട്. എന്നിട്ട് പോലും അവിടുത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളാണ് അന്നത്തെ യോഗത്തിൽ പങ്കെടുത്ത്. അവർക്ക് ഈ ഇദ്ദേഹത്തെക്കുറിച്ച് ECG സുദർശനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധയപ്പെട്ടു. ഞാൻ പിന്നെ കോളേജുകളിലൊക്കെ പോകുമ്പം മലയാളിയായ ഒരു ശാസ്ത്രജ്ഞൻ്റെ പേര് പറയും. എല്ലാവരും പെട്ടെന്ന് എണ്ണിച്ചിട്ട് CV രാമൻ എന്ന് പറയും. ഒരാൾ പോലും ഒരു മലയാളി ശാസ്ത്രജ്ഞൻ്റെ പേരും പറഞ്ഞില്ല എന്നുള്ള അത്ഭുതകരമായ കാര്യം. ഞാൻ ഇന്നലെയും ഒരു സ്ഥലത്ത് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി പറയാൻ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു, മിനിമം ഒരു വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കുറേ ശാസ്ത്രകാരന്മാരുടെ ഒരു പങ്ക്തി ഞാൻ ശാസ്ത്ര കേരളത്തിൽ എഴുതി, പിന്നീട് അത് പുസ്തകമായിട്ട് എഴുതി. അത് ഞാൻ എഴുതിയ പുസ്തകമായതുകൊണ്ട് പറയാം, കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും അത് വായിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച അഭിപ്രായം ഇപ്പോഴും. അതുപോലെ തന്നെയാണ് കേരളം പിന്നെ സംഭാവന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ആരാണെന്നും പലപ്പോഴും നമ്മൾ ചോദിക്കേണ്ടി വരാറുണ്ട്. അത് ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഡൽഹിയിൽ സ്ഥാപനങ്ങളുണ്ട്, മോളിക്കുലർ ബയോളജിയിലും ജീനോമിക്സിലും ഒക്കെ. GN രാമചന്ദ്രനാണ് നമുക്കറിയാം. GN രാമചന്ദ്രൻ ഇപ്പോൾ ഷാജിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മഹാരാജ് കോളേജിൽ പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹം പഠിച്ചത് പിന്നെ മഹാരാജ് കോളേജിലാണ്. ഷാജി മുൻകൈ എടുത്താണല്ലോ GN രാമചന്ദ്രൻ പേരിൽ പ്രഭാഷണ പരിപാടി അവിടെ ആരംഭിച്ചത്. GN രാമചന്ദ്രനും ഗോപിനാഥ് കർത്തയും കൊളാജൻ്റെ ഘടനയെ സംബന്ധിച്ചുള്ള ട്രിപ്പിൾ ഹെലിക്സ് സിദ്ധാന്തം ആവിഷ്കരിച്ച് അവരെ നേച്ചറിൽ ലേഖനം എഴുതുന്നത് ജെയിംസ് വാട്സൻ്റെ ലേഖനം വന്നതിൻ്റെ അടുത്ത വർഷം 1954. ജെയിംസ് വാട്സൻ്റെ ലേഖനം വരുന്നത് 1953. വാട്സനും ഫ്രാൻസിസ് ക്രിക്കിനും ഒക്കെ നോബൽ സമ്മാനം കിട്ടി 1962. പക്ഷേ ഇവർക്ക് നോബൽ സയൻറ്റിസ്റ്റ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. നോബൽ ക്ലാസ് ഉണ്ടായിരുന്നത് അത് യാദൃച്ഛ്യമായിട്ട് കിട്ടാതെ പോയ GN രാമചന്ദ്രന്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്ന ഗോപിനാഥ് കർത്ത. ഇവരാണ് ഇന്ത്യയിൽ ഇപ്പം നമ്മളിന്നിപ്പം ശാസ്ത്രത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ സാറിൻ്റെ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ശാസ്ത്രം പഴയതുപോലെ നമ്മളെ അടിസ്ഥാന ശാസ്ത്രം എന്നൊക്കെ പറയുന്നത് അപ്രസക്തമായിക്കൊണ്ട് വലിയ ഇൻറ്റിഗ്രേഷൻ ആൻഡ് അസിമിലേഷൻ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പരസ്പര തീരെ ബന്ധമില്ലാത്ത ശാസ്ത്രശാഖകൾ ഇന്ന് ഒരുമിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ബയോ ഇൻഫർമാറ്റിക്സ് അല്ലെ കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്, ഞാനന്ന് VC ആയിരുന്നപ്പോൾ തുടങ്ങിയ ഒരു കോഴ്സാണ് അവിടെ. കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് പ്രൊഫസറും കമ്പ്യൂട്ടർ സയൻസിലെ പ്രൊഫസറും ഒരു കല്യാണ വീട്ടിലൊക്കെ വെച്ച് പക്ഷേ പണ്ട് കാലത്ത് കാണുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അവരൊരു കോഴ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കാണുന്ന സ്ഥിതിയിലേക്ക് മാറണം കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്. അതുപോലെ തന്നെ പിന്നെ ഭൗതിക ശാസ്ത്രവും ജീവശാസ്ത്രവും തമ്മിൽ വലിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. വെള്ളം കയറാത്ത അറകളാണ്. ജീവശാസ്ത്രത്തിൽ താല്പര്യമുള്ളവരാണ് വൈദ്യശാസ്ത്രത്തിലൊക്കെ പോകുന്നത്. ഭൗതികശാസ്ത്രം അതുകൊണ്ട് എഞ്ചിനീയറിങ്ങിന് പോകുന്നു. ഞാൻ ബയോളജി വന്നത്, എനിക്ക് ഭൗതികശാസ്ത്രം ഇഷ്ടമില്ലാത്തതുകൊണ്ട് വന്നതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഓൾ ദീസ് ഫിസിക്കൽ സയൻസസ് കെയിം ടു മെഡിക്കൽ സയൻസ് with a vengeance. CT scan, MRI scan, digital subtraction angiography, you name everything. എല്ലാം ഫിസിക്സ്, ഭൗതിക ശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും സ്റ്റാറ്റിസ്റ്റിക്സിലും അധിഷ്ഠിതം. അതറിയാതെ നിങ്ങൾക്കൊരു CT സ്കാൻ റീഡ് ചെയ്യാൻ പറ്റത്തില്ല. യു കനോട്ട് റീഡ് ആയിരുന്നു. ബയോളജി പഠിച്ചാൽ പറ്റത്തില്ല. അപ്പം ആ രീതിയിലേക്ക് ഇൻറ്റിഗ്രേറ്റഡ് ഇൻ്റർ ഡിസിപ്ലിനറി ശാഖകളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ അത് ആദ്യമായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ആരംഭിക്കുന്നത് GN രാമചന്ദ്രൻ ബയോഫിസിക്സ് അല്ലേ. മോളിക്കുലർ ബയോഫിസിക്സ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിക്കുന്നത് GN രാമചന്ദ്രനെ കേരളം മറന്നുപോയെന്നുള്ളതാണ് നമുക്ക് സത്യം. അതിനേക്കാളാണ് പിന്നെ KR രാമനാഥൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ സയൻസ് അതിനെ വികസിപ്പിച്ചെടുക്കുന്നത് ഹോമി ബാബായുടെ ഉള്ള അടുത്ത സുഹൃത്തും കൂടായിരുന്നു നമുക്കറിയാം. KR രാമനാഥൻ പഠിച്ചത് വിക്ടോറിയ കോളേജിലാണ് പാലക്കാട്. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ പടം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ പോലും വെച്ചിട്ടില്ല KR രാമനാഥൻ്റെ.
ശാസ്ത്രജ്ഞകൾ വളരെ കുറവാണല്ലോ താരതമ്യേന. അത് ഏറ്റവും പ്രഗത്ഭരായ 2 ശാസ്ത്രജ്ഞകൾ ആരാണ്? EK ജാനകിയമ്മളും അന്നാമാണിയും. കേരള മലയാളികളാണ്. ഞാൻ തന്നെ പുസ്തകം എഴുതിയപ്പം നിങ്ങളുടെ ഫസ്റ്റ് എഡിഷനിൽ EK ജാനകിയമ്മളിനെ കുറിച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇത് എത്തിനോ ബോട്ടണിയാണ് അവരുടെ സംഭാവന. അവർ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ, സസ്യങ്ങളുടെ വർഗീകരണത്തിൽ വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. അവരുടെ പേരിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഉണ്ട് ജമ്മു കാശ്മീരിൽ. അവർ ലണ്ടനിൽ ജോലി നോക്കുന്ന കാലത്ത് നെഹ്റു പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് അദ്ദേഹം ശാസ്ത്രജ്ഞയാകുന്നത്. EK ജാനകിയമ്മൾ അവിവാഹിതയായി ശാസ്ത്രത്തെ വിവാഹം കഴിച്ച് ജീവിച്ചത്. അതുപോലെ തന്നെയാണ് അന്നാമാണി ഇതുപോലെ തന്നെയാണ്. അവരുടെ പുസ്തകങ്ങളാണ് സൗരോർജ്ജത്തെക്കുറിച്ച് ഇന്ന് ഏറ്റവും അധികം ചർച്ച നടക്കുന്നതാണല്ലോ. പവനോർജ്ജത്തെക്കുറിച്ചും അന്നാമാണിയുടെ എഴുതിയ പുസ്തകമാണ് ഇപ്പോഴും റെഫറൻസ് ഗ്രന്ഥമായിട്ട് ഉപയോഗിക്കുന്നത്. അവരും ഇതുപോലെ തന്നെയാണ് കതർ വസ്ത്രമൊക്കെ ധരിച്ച അവിവാഹിതയായിട്ട് ജീവിച്ച ഒരു സ്ത്രീ. 2 പേരെക്കുറിച്ചും നമ്മുടെ അറിവ് വളരെ കുറവ്. ഞാൻ തന്നെ എഴുതിയപ്പോൾ സത്യത്തിൽ ആദ്യത്തെ എഡിഷനിൽ ഈ പറഞ്ഞ EK ജാനകിയമ്മൾ മാത്രമേ എഴുതിയുള്ളൂ. ആ ഇടയ്ക്ക് ഞാൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷനിൽ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ഒരു പ്രദർശനം നടക്കുന്നു. ജെൻഡർ ഇൻ സയൻസ് എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ അവർക്കുണ്ട്. സ്ത്രീകൾ ശാസ്ത്രജ്ഞരെ കുറിച്ചുള്ള പഠനം. അവിടെ ഒരു എക്സിബിഷൻ ഉണ്ട്. ആ എക്സിബിഷനിൽ ആദ്യം കൊടുത്തിരിക്കുന്ന അന്നാമണിയുടെ ജീവചരിത്രമായിരുന്നു. എൻ്റെ പുസ്തകം ഞാൻ പിന്നെ സെക്കൻഡ് എഡിഷനിലാണ് അത് ചേർത്തത്. കാവുമ്പായിക്ക് ഓർമ്മയാണ്. 2ാമത്തെ എഡിഷനാണ് അന്നാമണി. എനിക്ക് തന്നെ അറിയാം. അന്നാമണി ഞാൻ ഓർക്കണ്ട, കോട്ടയംകാരി. അന്ന് പിരിമേടാണ് അവർ ജനിച്ചത്. അന്ന് പിരിമേട് പിന്നീടാണ് ഇടുക്കി ജില്ലയാകുന്നത്. കോട്ടയം ജില്ലക്കാരിയാണ് അന്നാമണി. അവർ വൈക്കം സത്യാഗ്രഹത്തിന് ഗാന്ധിജിയെ കണ്ട് ഗാന്ധിസത്തിലേക്ക് വന്ന ഒരു സ്ത്രീയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവരെക്കുറിച്ച് നമ്മുടെ അറിവ് വളരെ കുറവാണ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ആധുനിക കാലത്ത് വന്നാൽ കേന്ദ്ര സർക്കാരിൽ നമ്മുടെ പ്രധാനമന്ത്രിമാരുടെ ഉപദേഷ്ടാക്കളായിരുന്ന ശാസ്ത്രകാരന്മാരിൽ ഭൂരിപക്ഷം മലയാളികളാണ്. MS സ്വാമിനാഥനാകാം, MGK മേനോനാകാം, അതുപോലെ കസ്തൂരി രംഗൻ, അല്ലേ, അയ്യങ്കാർ, എല്ലാവരും തന്നെ മലയാളികളായിരുന്നു. അതുപോലെ MGK മേനോൻ സാറ് ഇപ്പം 1916 88ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 80ാമത്തെ വയസ്സിൽ 2008 കേരളത്തിൽ ഒരു മാസികയിൽ ഒരു ലേഖനം പോലും വന്നില്ല. ഞാൻ ആ കൂടി ഒരു നീണ്ട ലേഖനം ഒരു 10-12 പേജിൽ വന്നിട്ടുള്ള ഫ്രണ്ട് ലൈനിൽ മാത്രമാണ്. MGK മേനോനെ കേരളത്തിൽ ആരും അദ്ദേഹം മരിച്ചപ്പോൾ പോലും അനുസ്മരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം അങ്ങനെ സത്യം പറഞ്ഞാൽ ഇനി ആധുനിക കാലത്തിലേക്ക് കടന്നാൽ ECG സ്വദർശൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അദ്ദേഹം ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് അതിൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ പോകേണ്ടി വന്നു. എൻ്റെ മകൻ അവിടെയാണല്ലോ ECG ഒന്ന് കയറി കണ്ടാലെന്താണെന്നൊക്കെ തോന്നിയത്. ഇപ്പം ആത്മീയതയിലേക്കൊക്കെ വഴുതി വീണിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് ശരിയാണെങ്കിലും അദ്ദേഹം മൗലികമായ സംഭാവന നൽകിയിട്ടുള്ളതാണ്. ഇന്നിപ്പം ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖ ഒരാൾ മലയാളിയാണെന്ന് മാത്രമല്ല, അദ്ദേഹം കാരണം മറ്റ് പല ശാസ്ത്രജ്ഞർ ഈ ഒരു കോളേജ് ലെവലിലും സ്കൂൾ ലെവലിലൊക്കെ ഇവിടെ പഠിച്ചിട്ട് ബാക്കി പഠനമൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ പഠിച്ചവരെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ്റെ കാര്യത്തിൽ ഡിഗ്രിയും PG കേരളത്തിൽ പഠിച്ച ഒരാളാണ്. അത് താണു പത്മനാഭനാണ്. അദ്ദേഹം ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ അസ്ട്രോണമി ആസ്ട്രോഫിസിക്സിലാണ്. പലരും അദ്ദേഹത്തെ താരതമ്യം സ്റ്റീഫൻ ഹോക്കിംഗ് കഴിഞ്ഞാൽ പ്രപഞ്ച വൈജ്ഞാനികത്തിൽ ഇന്ന് ഏറ്റവും അധികം ഗവേഷണം നടത്തുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് താണു പത്മനാഭൻ എന്ന് നമുക്കറിയാം. പരിഷത്ത് അദ്ദേഹത്തിന് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരെ ഒന്നും മലയാളികളെ പൊതുവെ ആദരിക്കാറില്ല. ഇവിടുത്തെ പൊതുവെ നമ്മളൊരു സാഹിത്യ സിനിമ കേന്ദ്രീകൃതമാണ് കേരള സമൂഹം. അവരെങ്കിലും ഒരു പുസ്തകം പ്രകാശനം ചെയ്യാനോ അല്ലെങ്കിൽ ഇവരെ ഏതെങ്കിലും ഒന്ന് വിളിച്ച് ആദരിക്കാനോ നമ്മൾ ശ്രമിക്കാറില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ അവിടെപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു സാഹിത്യകാരനായിരുന്നു, ഭാഷാ വിദഗ്ധനും സാഹിത്യകാരനും ഡിഗ്രി തലത്തിൽ മാത്രം ശാസ്ത്രം പഠിച്ച ഒരാളായിരുന്നു കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. മുണ്ടശ്ശേരി മാസ്റ്റർ. അന്ന് 1971 അദ്ദേഹം പ്രതിപക്ഷ MLA ആയിരിക്കുന്ന കാലത്ത് ആ ബില്ല് അവതരിപ്പിച്ച് കൊച്ചിൻ യൂണിവേഴ്സിറ്റി രൂപീകരിക്കാനുള്ള ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് കോയ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിനോട് പ്രതികരിച്ചുകൊണ്ട് മുണ്ടശ്ശേരി നടത്തിയ പ്രഭാഷണം കേട്ട് ആകർഷണനായിട്ടാണ്, പ്രതിപക്ഷമാണ് അദ്ദേഹം അന്ന്, ആലോചിക്കണം, CPMൻ്റെ കാൻഡിഡേറ്റാണ് തൃശ്ശൂരും ജയിച്ചിട്ടുള്ളത്. അന്ന് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്ന് ഇവിടെ വൈസ് ചാൻസലർ ആക്കുന്നു കുസാറ്റിൻ്റെ. അന്നത്തെ അദ്ദേഹത്തിൻ്റെ അസംബ്ലി പ്രസംഗങ്ങൾ ദയവായിട്ട് നിങ്ങൾ വായിക്കണം. മുണ്ടശ്ശേരിയുടെ അസംബ്ലി പ്രസംഗങ്ങൾ ഇന്നിപ്പം അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ പെപ്പിൻ കറന്റ് ബുക്സ്. അതിനകത്ത് ഇങ്ങനെയാണ് സയൻസ് ആൻഡ് ടെക്നോളജിയെ പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ നമ്മൾ പൊതുവേ നമ്മുടെ ശാസ്ത്രകാരന്മാരെ അംഗീകരിക്കുന്ന ഒരു സമൂഹമല്ലാതായിട്ട് കേരളം മാറിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടന്നാൽ ഗവേഷണ സ്ഥാപനങ്ങളുടെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അന്താളിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും സർവകലാശാലകളുണ്ട്. അത് നെഹ്റുവിൻ്റെ ഒരു ആശയമായിരുന്നു. ഈ സർവകലാശാലകളിലെ കോഴ്സുകളൊക്കെ നടത്തുകയാണ്. ഗവേഷണം അവിടെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അഫിലിയേറ്റഡ് കോളേജുകളിൽ പോലും ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. പക്ഷെ അതിന് പുറമെ നെഹ്റുവിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു അന്ന്
അതിനു പുറമെ ഈ യൂണിവേഴ്സിറ്റികളല്ലാതെ പ്രത്യേക ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ തുടങ്ങണമെന്നാണ് ഒരാശയം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവച്ചു. അങ്ങനെ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി രൂപീകരിച്ചു. അതിൽ തന്നെ അതിൻ്റെ കീഴിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ഇത് മൂന്നുമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലുള്ളത്. അതിനു പുറമെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റോമിക് എനർജി തുടങ്ങി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് സയൻസ് മറ്റൊരു എന്നാണ്, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എർത്ത് സയൻസ്. ഇത്രയുമാണ് നെഹ്റുവിൻ്റെ കാലത്ത് തുടങ്ങിയത്. കേരളത്തിലും ഇതിൻ്റെ ഒരു പ്രതികരണം നമ്മൾ ഉണ്ടായി. കേരള സംസ്ഥാന ഗവൺമെൻറ് തന്നെ കീഴിൽ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അന്താളിച്ച് പോയി. ഞങ്ങളുടെ ഇപ്പം ഞാൻ പ്ലാനിംഗ് ബോർഡിലാണ്, പ്ലാനിംഗ് ബോർഡിൻ്റെ തൊട്ടടുത്താണ് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ്. സത്യത്തിൽ പ്ലാനിംഗ് ബോർഡിൻ്റെ സ്ഥലം അവർ കൊടുത്ത് അവിടെ കെട്ടിടമണിയാണ് ഉണ്ടായത്. അവരുടെ കീഴിൽ 11 സ്ഥാപനങ്ങളുണ്ട്, 10 സ്ഥാപനങ്ങൾ. ഏതെങ്കിലും ക്വിസ് കോമ്പറ്റീഷനോ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എഴുതിയാൽ ഇതിൽ ഒന്നോ രണ്ടോ ഒക്കെ പറയാൻ വരെയുള്ള സാധ്യത വളരെ കുറവായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തന്നെ ചിലത് കേട്ടിട്ടില്ല. അതൊക്കെ ഇനി ഉദാഹരണത്തിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ, ദർ ഇസ് എ സെൻറ്റർ ഫോർ ക്രിട്ടിക്കൽ മിനറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ദർ ഇസ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കോൾഡ് ക്രിട്ടിക്കൽ മിനറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേരള. ഓക്കെ, ദെൻ ഓഫ് കോഴ്സ് നമുക്കറിയാവുന്നതുണ്ട് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ നാറ്റ്പാക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ, ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പലയിടമുള്ളത്. പിന്നെ മറ്റൊന്നുണ്ട്, സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ഇൻ കാലിക്കറ്റ്. ഇത് വളരെ പ്രധാനമാണ്. ഞാൻ പലരോടും ചോദിച്ചു. ഇപ്പം വിജയകുമാർ ഇപ്പം ഗണിതശാസ്ത്ര പ്രൊമോട്ട് ചെയ്യാൻ ഏറ്റവും അധികം ഒളിമ്പിയാഡൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു ഗണിതശാസ്ത്രജ്ഞനാണ്. ഗണിതശാസ്ത്രത്തിൽ കേരളത്തിൽ ഒത്തിരി പാരമ്പര്യം ഉണ്ടെങ്കിലും സമീപകാലത്ത് ഇന്ന് കോളേജുകളാണെങ്കിലും യൂണിവേഴ്സിറ്റികളാണെങ്കിലും ചെന്നാൽ അധ്യാപകരുടെയും പൊതുവെ ഒരു പരാതി എന്താണെന്നറിയോ, ഗണിതശാസ്ത്രത്തിലുള്ള വിൽപ്പത്തി കേരളത്തിലെ കുട്ടികളിൽ കുറഞ്ഞു വരുന്നത് അല്ലേ സാർ? പൊതുവെ കുറഞ്ഞു വരുന്നുണ്ട്. അതാണ് അത്ഭുതകരമായ കാര്യം. മാത്തോഫോബിയ എന്നാണ് അതിനെ വിളിക്കുന്നത്. സാർവദേശീയമായി അത് ചർച്ച ചെയ്യപ്പെടാറുണ്ട് കേട്ടോ. പക്ഷെ കേരളത്തിൽ അത് പ്രത്യേകത. പക്ഷെ അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ദർ ഇസ് എ സ്കൂൾ ഫോർ മാത്തമാറ്റിക്കൽ സയൻസ്, പക്ഷെ അതിൻ്റെ വേണ്ടത്ര വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ വേറൊന്നുമുണ്ട്, ശ്രീനിവാസ രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബേസിക് സയൻസസ്, പാമ്പാടിയിൽ എഞ്ചിനീയറിംഗ് കോളേജിനകത്താണ് അത് തുടങ്ങിയിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് സെൻറ്റർ ഫോർ അസിസ്റ്റീവ് ടെക്നോളജീസ്. എത്ര സെൻറ്ററുകളാണുള്ളത്. ഇതിന് പുറമെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് സ്ഥാപനമായി പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കുകയോ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ആരംഭിക്കുകയോ ചെയ്ത ശാസ്ത്ര സ്ഥാപനങ്ങൾ, സെസ് സെൻറ്റർ ഫോർ എർത്ത് സയൻസ്, ട്യൂബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ റീജിയണൽ റിസർച്ച് ലാബറട്ടറിൻ്റെ പേരിപ്പം മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ പേരിപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് അങ്ങനെ മാറ്റി കേട്ടോ. പണ്ട് റീജിയണൽ റിസർച്ച് ലാബറട്ടറി കെമിസ്ട്രിക്ക് ഊന്നൽ കൊടുത്തായിരുന്നു. ഇപ്പോഴത്തെ ഇൻ്റർഡിസിപ്ലിൻ വന്നപ്പോൾ അതിൻ്റെ പേര് തന്നെ മാറ്റി. കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. രാജീവ് ഗാന്ധി സെൻറ്റർ ഓഫ് ബയോടെക്നോളജി. എത്ര സ്ഥാപനങ്ങളാണ് കേരളത്തിൽ. ദ ഡെൻസിറ്റി ഓഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേരള ഈസ് ദ ഹയസ്റ്റ് ഇഫ് യു കമ്പയർ വിത്ത് എനി അതർ സ്റ്റേറ്റ് ഇൻ കേരള. ഞാൻ തന്നെ VC ആയിരുന്നപ്പോൾ പലപ്പോഴും UGCയുടെ യോഗത്തിലൊക്കെ ഇതങ്ങോട്ട് അവതരിപ്പിക്കുമ്പോൾ അവർ അന്തം വിട്ട് കേട്ടിരുന്നു പോയിട്ടുണ്ട്. ഇത്രയും സ്ഥാപനങ്ങളും. ഇനി അടുത്ത കാലത്ത് തുടങ്ങിയ പുതിയ 2 സ്ഥാപനങ്ങൾ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ഐസർ അല്ലേ, ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, അതും ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ എത്രയാണെന്ന് ആലോചിച്ച്. പക്ഷെ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും 2-3 പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത്രയും ഈ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സർവകലാശാലകളും തമ്മിലുള്ള ബന്ധം വളരെ പരിമിതമാണ്. റിസർച്ച് ചെയ്യുന്ന ആളുകൾ PhD കൊടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടൊക്കെ ചിലപ്പോൾ ചില ബന്ധങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം. സയൻസ് ആൻഡ് ടെക്നോളജി ഒഴിച്ച് ഞാൻ പറയുന്നത്. ക്രിസ്ത്യൻസ് യൂണിവേഴ്സിറ്റി ഈസ് എ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷൻ. എനിക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. ഞാൻ VC ആയിരുന്ന സമയത്ത് നമ്മൾ ജനകീയനാകണമല്ലോ, പരിഷത്തിൻ്റെ ഒരു പ്രവർത്തനമൊക്കെ ആയതുകൊണ്ട് ഞാൻ രജിസ്ട്രാറോട് പറഞ്ഞു എന്നെ ആദ്യമായിട്ട് ഈ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പിന്നോക്ക പ്രദേശത്തെ ഒരു കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ആദ്യം. അപ്പോൾ എന്നെ ആദ്യം അവർ കൊണ്ടുപോയത് പാലോടിൻ്റെ അടുത്തുള്ള പെരിങ്ങമല ഇക്ബാൽ കോളേജ്. പെരിങ്ങമല എൻ്റെ പേരായതുകൊണ്ടല്ല കൊണ്ടുപോയത്. ഇക്ബാൽ കോളേജ് പെരിങ്ങമല അവർ കൊണ്ടുപോയി. പിന്നോക്ക പ്രദേശമാണ്. പ്രധാനമായിട്ട് ആ പ്രദേശത്തുള്ള പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു താരതമ്യേന നല്ല മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു കോളേജാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണം, എന്തെങ്കിലും ഒരു തൊഴിലധിഷ്ഠിത ഇൻ്റർഡിസിപ്ലിനറി കോഴ്സൊക്കെ അവിടെ തുടങ്ങിയാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ TBGRA തൊട്ടടുത്ത് അവരുമായി ബന്ധപ്പെട്ട് ഇത് തുടങ്ങാം. TBGRA ഭാഗ്യത്തിന് ആ സമയത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ ബോട്ടണി പ്രൊഫസറായിരുന്ന GM നായർ അതിൻ്റെ ഡയറക്ടറുമായിട്ട് വന്നു. ആ ബന്ധവും ഉപയോഗിക്കാം എന്നൊക്കെ ഞാൻ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഉടൻ തന്നെ പിന്നെ ഞാൻ അതിനൊരു പ്രപ്പോസൽ തയ്യാറാക്കിയപ്പോഴാണ് അറിയുന്നത് അങ്ങനെ തുടങ്ങാനുള്ള വകുപ്പൊന്നും കേരള യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടും ആക്റ്റും ഒന്നും അനുസരിച്ച് നിങ്ങൾക്ക് ചുമ്മാ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ബന്ധപ്പെടുത്തി
ഒരു കോഴ്സൊന്നും തുടങ്ങാൻ പറ്റുന്നത്, അവരെ വിളിച്ച് ക്ലാസ്സൊന്നും എടുപ്പിക്കാൻ പറ്റത്തില്ല. അവിടുത്തെ ഡയറക്ടറെ വേണം അവിടുത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഉദ്ഘാടനത്തിന് വിളിക്കാം, പക്ഷേ ഒരു ക്ലാസ് എടുക്കാൻ വിളിക്കാൻ വകുപ്പില്ല. ഞാൻ തമാശിട്ടില്ല, ഐ ആം ടോക്കിംഗ് വെരി സീരിയസ്ലി. നമ്മൾ ഇന്നത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഒരു കോളേജിലോ ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലെ ഒരു അധ്യാപനം വിളിച്ചിട്ട് ഔപചാരികമായ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഒരു ക്ലാസ് എടുപ്പിക്കാൻ ഇന്നത്തെ വകുപ്പ് അനുവദിക്കുന്നില്ല. അതൊരു പ്രശ്നം. രണ്ടാമത്തെ അതിനേക്കാൾ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം പ്ലാൻ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പല ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരോട് സ്ഥിരമായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ വനം വകുപ്പുമായിട്ടുള്ള ചർച്ച നടക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് നിങ്ങളുടെ ബന്ധം എന്താണ്? പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് മറുപടി അത് വേറൊരു വകുപ്പ് മന്ത്രിയുടെ കീഴിലാണെന്ന് പറയും. ഈ വനം വകുപ്പ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സംഭാവനകൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ വനം വകുപ്പ് നടത്തിയിട്ട് എന്താ കാര്യം? അല്ലെ നാറ്റ്പാക്ക്, PWDക്കാർക്ക് നാറ്റ്പാക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ സാർ? നാറ്റ്പാക്കിൻ്റെ ഉദ്ദേശം തന്നെ ഇവിടുത്തെ ഗതാഗത സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ല CWRDM-ഉം വാട്ടർ അതോറിറ്റിയുമായിട്ട് എന്താ ബന്ധം? ഞാൻ വാട്ടർ അതോറിറ്റി, എനിക്ക് വാട്ടറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ കൂടെ ചുമതലയുണ്ട്. ഞാൻ വാട്ടർ അതോറിറ്റി, ജലനിധി ആയിട്ടൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യുമ്പോൾ വളരെ കാഷ്വലായിട്ട് ഈ CWRDM അല്ല, അത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലല്ലേ, ഇമ്മീഡിയറ്റ് ആയിട്ട് റിലേഷൻ. സോ ദർ ഈസ് നമ്മുടെ ഈ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും നമ്മുടെ ഈ പറയുന്ന ഗവൺമെൻറ്റുമായിട്ടും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ടും വളരെ പരിമിതമായൊരു ബന്ധമാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, നമുക്കറിയാം കേരളം ഇന്ന് വലിയൊരു വികസന പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുക. ഏത് മേഖല എടുത്താലും പ്രതിസന്ധികളെ നമ്മൾ നേരിടുക. കേരളത്തിലെ പൊതുവെ പറഞ്ഞുള്ളൊരു സ്ഥിതി, കേരളം എല്ലാ മേഖലയിലും നേട്ടം കൈവരിച്ചെന്ന് നമ്മൾ അവകാശപ്പെടുന്ന എല്ലാ മേഖലയിലും കോട്ടങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഇതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ആരോഗ്യ മേഖലയുടെ പേരിലാണല്ലോ കേരളം ഏറ്റവും അധികം അറിയപ്പെടുന്നത്. പക്ഷേ ഇവിടെ കോളറ വന്ന ആളുകൾ മരിക്കുന്നു, ഡെങ്കിപ്പനി വന്ന അങ്ങനെയൊന്നും കേരളത്തിലെ പോലെ നമ്മൾ വികസിത രാജ്യങ്ങളുമായിട്ടാണ് കേരളത്തെ തട്ടിച്ചു നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് പറഞ്ഞു, സാർ നമ്മൾ അമേരിക്കൻ നിലവാരം കൈവരിച്ചിരിക്കുന്നു. ശിശുമരണ നിരക്ക് 6 അവർ റിപ്പോർട്ട് ചെയ്തു. 12 6 അമേരിക്ക 6.5 അവിടുത്തെ മെറ്റേണൽ മോർട്ടാലിറ്റി ഈസ് ഓൺലി 22. നമ്മൾ സാധാരണ കമ്പയർ ചെയ്യുന്ന ശ്രീലങ്കയിൽ ഈവൻ ചൈനയെ പോലും 30. സോ നമ്മൾ വലിയ നേട്ടം വന്നു. പക്ഷേ അതേ അവസരത്തിൽ ചൈനയിലും ശ്രീലങ്കയിലും ഒന്നും ഈ ഡെങ്കിപ്പനി വന്ന് ആരും മരിക്കുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. കോളറ വന്ന് എന്തായാലും മരിക്കത്തില്ല, എന്നാലും അത് വലിയൊരു ദേശീയ എമർജൻസി ആയിട്ട് അവർ പ്രഖ്യാപിക്കും. അതേ അവസരത്തിൽ നമ്മുടെ മുമ്പിൽ ഒത്തിരി സാധ്യതകളുണ്ട്. ഈ സാധ്യതകൾ ഉപയോഗിച്ച് ഈ കോട്ടങ്ങൾ മുറിച്ച് കടക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കേരള വികസന പ്രതിസന്ധി ചർച്ച ചെയ്യുമ്പോഴൊന്നും എവിടെയെങ്കിലും ആരെങ്കിലും, നിങ്ങൾ എത്രയോ പുസ്തകങ്ങൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ പ്രതിസന്ധി മുറിച്ചു കടക്കുന്നതിൽ കേരളത്തിൻ്റെ ശാസ്ത്ര സാങ്കേതികമായ അടിത്തറ പ്രയോജനപ്പെടുത്തണമെന്ന് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. വേറെ ഒത്തിരി കാര്യങ്ങൾ പറയും, പരിഷത്ത് പോലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മുടെ ഒരു ശാസ്ത്ര സംഘടനയായിട്ട് പോലും നമ്മൾ ഈ ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യം ഉപയോഗിക്കണം എന്ന് പറഞ്ഞില്ല. നിങ്ങൾ ലോകത്ത് നോക്കുക, ഇപ്പോൾ സാറിൻ്റെ ചരിത്രത്തിലും അത് തന്നെയാണല്ലോ പറയുന്നത്. ശാസ്ത്ര സാങ്കേതിക വിപ്ലവം നടന്നു വന്നപ്പോഴെല്ലാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ മുന്നോട്ട് പോയപ്പോഴെല്ലാം, യൂറോപ്പിൻ്റെ ഉദാഹരണം എടുത്താലും സമീപകാലത്തെ ചൈനയുടെ ഉദാഹരണം എടുത്താലും, അത് ഉൽപ്പാദന മേഖലയിൽ അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു പോസിറ്റീവ് ലൂപ്പാണ്. സയൻസ് ആൻഡ് ടെക്നോളജി റെവല്യൂഷൻ ഇറ്റ് കാസ് ആൻ ഇമ്പാക്ട് ഓൺ എഡ്യൂക്കേഷൻ. കാരണം എഡ്യൂക്കേഷന് വേണ്ട ഈ ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യം അല്ലെങ്കിൽ ഉൽപ്പാദന മേഖലയിലേക്ക് വേണ്ട മനുഷ്യ വിഭവശേഷിയെ നൽകുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്. ഹ്യൂമൻ റിസോഴ്സസ് ജനറേറ്റ് ചെയ്യുന്ന നമ്മളാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആണോ ജനറേറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നതിൻ്റെ ഒരു ചില സൂചനകൾ ഈ പറയുന്ന ഉൽപ്പാദന മേഖലയിൽ നിന്നും കൂടെ നമുക്ക് ലഭിക്കും. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഉൽപ്പാദന മേഖല ഉദ്ദീപിപ്പിക്കപ്പെടുമ്പോൾ ആണ് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വെൽത്ത് ഈസ് ജനറേറ്റഡ്. ആ വെൽത്താണ് നമ്മൾ വീണ്ടും ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കും വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്കും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. നമുക്കിപ്പോൾ എന്താണ്, സാമ്പത്തികമായ അതിഗുരുതരമായ പ്രതിസന്ധിയിലാണ് കേരളം എന്നിപ്പോൾ തന്നെ VC-യുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പറയായിരുന്നു. ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ധാരാളം പണം കൊടുക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം. പക്ഷെ കഴിയുന്നില്ല. കാരണം ഓരോ പദ്ധതി രൂപീകരണം നടത്തുമ്പോഴും ഒരു വർഷത്തെ വാർഷിക പദ്ധതിയുടെ എമൗണ്ട് എത്രയാണെന്ന് ധനവകുപ്പിൽ നിന്ന് ഞങ്ങളെ അറിയിക്കുക. അതിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് വിഭവങ്ങൾ വിതരണം ചെയ്യാൻ പറ്റൂ. നമ്മുടെ ഇഷ്ടപ്രകാരം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വലിയ പരിധി നമുക്ക് കാണാൻ പറ്റും. കൃഷി തന്നെ എടുത്തു. ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം കൃഷിയാണല്ലോ, അല്ലേ? എല്ലാ ആളുകളും ജൈവ കൃഷി ചെയ്യുന്നു, നെൽകൃഷി ചെയ്യുന്നു, അത് പിന്നെ കറ്റമതിക്കുന്നു, തൊപ്പിപ്പാളയിട്ട് നേതാക്കന്മാർ വരുന്നു, അവരുടെ ഫോട്ടോ പത്രത്തിൽ വരുന്നു, ഇതെല്ലാം നടക്കുന്നത്. കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിലെ ഈ നെൽ ഗവേഷണത്തിന് മാത്രം 3 കേന്ദ്രമുണ്ട്. ഞാൻ ഒന്നേ ഉള്ളതെന്നാണ് വിചാരിച്ച്, കുമരകത്തെ. പക്ഷെ പാലക്കാടുണ്ട്, കായംകുളത്തും ഉണ്ട് നെൽ ഗവേഷണ കേന്ദ്രം. ഓരോ വിളകൾക്കും കേരളത്തിൽ ഗവേഷണ കേന്ദ്രമുണ്ട്, കാർഷിക സർവകലാശാലയുണ്ട്.
പക്ഷേ നമ്മുടെ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് ഈ ഗവേഷണ സ്ഥാപനങ്ങളെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, അല്ലെ അത് തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുത്തേണ്ടത്, ലിങ്കേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അല്ലെ ഹാൻഡ് ഹോൾഡിങ് എന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്ന പദങ്ങളുണ്ടല്ലോ, അല്ലെ കൺവേർജൻസ് എന്നൊക്കെയുള്ള പദങ്ങളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് എത്രത്തോളം നമ്മൾ ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം വളരെ ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കണം. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്നതുകൊണ്ടുകൂടി എൻ്റെ ഉറച്ചൊരഭിപ്രായം, കേരള വികസന പ്രതിസന്ധി പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടും കൂടി മാത്രമേ നമുക്ക് മുറിച്ചു കടക്കാൻ കഴിയൂ. വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ലെന്നുള്ളതാണ് സത്യം. അത് നമ്മുടെ ഭരണകർത്താക്കളും നമ്മുടെ വിദഗ്ധരും എല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടി അവതരിപ്പിച്ചിട്ട് അവസാനിക്കും. ഒന്ന്, നമ്മുടെ കേരളം, ഞാൻ അവസാനം പറയാൻ ഉദ്ദേശിച്ചത്, ഒരു അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളൊക്കെ കേരളത്തിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഒരു പ്രശ്നം ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം നടക്കുന്ന പ്രഭാഷണങ്ങളിലൊന്ന് നമ്മുടെ നവോത്ഥാനത്തെക്കുറിച്ചാണ്, അല്ലേ? നവോത്ഥാന കാലഘട്ടത്തെക്കുറിച്ചാണ്. ഞാനും ഒരു നവോത്ഥാന പ്രാസംഗികനാണ്. അപ്പോൾ നവോത്ഥാന കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുമ്പം നമ്മൾ എന്തൊക്കെയാണ് പറയുക, സാമൂഹ്യ നീതി, അല്ലേ സാർ, പിന്നെ തുടങ്ങിയ മതേതരത്വം, സാമൂഹ്യ നീതി, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നവോത്ഥാന നായകരെല്ലാം അവരെല്ലാം ആത്മീയ നേതാക്കളുമായിരുന്നു. അതും നമ്മൾ കാണാതിരിക്കരുത്. അവരൊന്നും ഭൗതികവാദികളായിരുന്നില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ലെ ഇപ്പോൾ തന്നെ നമ്മൾ ദൈവ ദശകം, അല്ലേ, ഇപ്പം നമ്മൾ പാഠപുസ്തകത്തിൽ തന്നെ വന്നുകൊണ്ടിരിക്കുക. അവർക്ക് ആത്മീയ നേതാക്കളായിരുന്നു. അതിൽ മോശമായിട്ട് കണക്കാണ്. അപ്പോൾ വേണമെങ്കിൽ നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഒരു പദം വേണം ഉപയോഗിക്കാം, മതാതീത ആത്മീയതയാണ് അവർ പറഞ്ഞെന്ന് വേണം പറയാം. ആ രീതിയിലുള്ള ആത്മീയ നേതാക്കൾ തന്നെയായിരുന്നു, സംശയമൊന്നും വേണ്ട. പക്ഷെ അവരെല്ലാം വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി, എല്ലാവരും. അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. ഊന്നൽ നൽകിയെന്ന് മാത്രമല്ല, ഈ മതത്തെക്കാളും വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അത് നമ്മൾ കാണാതെ പോരും. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. മതത്തെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി ഞാൻ പറയല്ല, പ്രയോറിറ്റി അതായിരുന്നു. ഇപ്പം ഞാൻ തന്നെ കോട്ടയത്ത് ഇപ്പോൾ അടുത്താൽ താമസിക്കുന്ന ആർപ്പൂക്കര, ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പം എത്തുന്നത് ചാവറയച്ചൻ 1831 സ്ഥാപിച്ച സെൻറ്റ് ജോസഫ് പള്ളിയുടെ മുൻവശത്ത് വരെയാണ് ഞാൻ പോകാറുള്ളത്. അവിടെ അദ്ദേഹം 1846 സ്ഥാപിച്ച ഒരു പള്ളി കൂടെ അവിടെ കാണാം, സ്കൂൾ അവിടെ വെച്ചിട്ടുണ്ട്. ചാവറയച്ചൻ എന്താ പറഞ്ഞേ, പള്ളിയോടൊപ്പം പള്ളിക്കൂടെ സ്ഥാപിക്കാത്ത പള്ളികളിൽ പ്രാർത്ഥന അനുവദിക്കുന്നതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആലോചിച്ച് നോക്കുക, ജസ്റ്റ് ഇമാജിൻ ദാറ്റ്. പള്ളിയോടൊപ്പം പള്ളിക്കൂടെ സ്ഥാപിച്ചില്ലെങ്കിൽ അവിടെ പ്രാർത്ഥന നിരോധിക്കുന്നു. അദ്ദേഹം താഴോട്ട് അതവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ ലൈബ്രറിയിൽ പോയി അത് കണ്ടതാണ്, വെറുതെ പറയല്ലേ, ഇത് പറയുകയുണ്ടായി. അതുപോലെയാണ് നാരായണഗുരുവിൻ്റെ പ്രതിഷ്ഠ കേരളത്തിലെ, അല്ലേ, പിന്നെ സാംസ്കാരിക വിപ്ലവത്തിന് തുടക്കം കുറിച്ചെന്നൊക്കെ നമ്മൾ പ്രസംഗിക്കും. അദ്ദേഹം പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പോൾ ദേവാലയം വേണ്ട, വിദ്യാലയം മതി എന്ന് അദ്ദേഹം പറയുന്നു. എന്ന് അദ്ദേഹം ഒരു നിഗമനത്തിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ട്. ഇതുപോലെ എല്ലാവരുടെ കാര്യത്തിലും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതോടൊപ്പം തന്നെ അവർ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടും പറയുന്നുണ്ട്. ഇപ്പം പ്രസിദ്ധമായ ഒരു കഥയുണ്ടല്ലോ, നാരായണഗുരുവിൻ്റെ അടുത്ത് നിന്ന് ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ സ്വാമി ഞങ്ങളുടെ വീട്ടിൽ നിരന്തരമായി ചാത്തൻ ഏറ് നടത്തുന്നു, എന്തെങ്കിലും സ്വാമി ചെയ്യണം. ഓ അത് ശരി, അത് ചെയ്യാമല്ലോ, അതിന് ഒരു കാര്യം ചെയ്യാം, ഞാൻ എഴുത്തു തരാം, അത് ചാത്തിന് കൊടുത്തേക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ പുച്ഛിക്കുന്നതായിട്ട്, അല്ലേ, എന്നൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പം അന്നത്തെ മാത്രമല്ല, ഈ നവോത്ഥാന കാലഘട്ടത്തിൻ്റെ തുടർച്ചയായിട്ടോ അല്ലെ അതിൻ്റെ ഭാഗമായോ ഉണ്ടായ ഒരു സരണിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് യുക്തിവാദത്തിൻ്റെതായ ഒരു സരണിയാണ്, അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായതാണ്, അതിൻ്റെ ഭാഗമാണെന്ന് പറയാം. അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനമായിട്ടും ഈ നവോത്ഥാന കാലഘട്ടത്തെ യുക്തിചിന്തയുടെ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ ഇപ്പോൾ പന്തിഭോജനത്തിൻ്റെ, അല്ലേ, 100ാം വാർഷികം നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുക. നമ്മളത് ഏറ്റവും രസകരമായ കാര്യം, ദൈവദശകം സ്വാമി എഴുതിയപ്പോൾ സഹോദരൻ അയ്യപ്പൻ സയൻസ് ദശകം എഴുതുന്നുണ്ട്. ചെറിയ കാര്യമല്ല, അത് മനസ്സിലാക്കണം. സയൻസ് ദശകം എഴുതുന്നുണ്ട്. യുക്തിവാദി മാസിക ഞാനൊക്കെ ചെറുപ്പകാലത്ത് ആവേശപൂർവ്വം വായിച്ചുകൊണ്ടിരുന്ന ഒരു മാസിക എം സി ജോസഫ് ആദ്യം എഡിറ്റ് ചെയ്തത് സഹോദരൻ അയ്യപ്പനായിരുന്നു. പിന്നീടാണ് പിന്നെ എം സി ജോസഫ് അത് എഡിറ്റ് ചെയ്യുന്നത്. യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഗണിച്ചതിൽ ലഭിച്ചതല്ലാതില്ലൊന്നും ലോകവിജ്ഞാനം, അല്ലേ, എന്നത് എഴുതുന്നുണ്ട്. എന്നാൽ അത് സഹോദരൻ അയ്യപ്പൻ എഴുതിയതാണ്. അതാണ് അതിൻ്റെ ആമുഖം, ഫസ്റ്റ് പേജിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ സയൻസ് ദശകത്തിൽ അദ്ദേഹം സയൻസാൽ ദീപ്തമീ ലോകം, സയൻസാൽ അഭിവൃദ്ധികൾ, സയൻസ് എന്നേ തമസെല്ലാം, സയൻസിന് തൊഴുന്നു ഞാൻ എന്ന് ഇത് എഴുതുക. അപ്പം അങ്ങനെ യുക്തിവാദിയുടെ പിന്നെ എം സി ജോസഫ്, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, സഹോദരൻ അയ്യപ്പൻ. എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്താണ് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, ഞാൻ 1963 SSLC പഠിക്കുന്ന കാലത്ത് അവധിക്കാലത്ത് വീട്ടിൽ നിന്ന് ഒളിച്ചോടിയെന്ന് വേണേൽ പറയാം, തൃശ്ശൂർ വന്നൊരു യുക്തിവാദി സമ്മേളനത്തിൽ പങ്കെടുത്തു. 13 പേരെ ആ യോഗത്തിൽ പങ്കെടുത്തുള്ളൂ. ആ പങ്കെടുത്ത് വെച്ച് ഇവരെ 3 പേരെ ഒരുമിച്ച് കാണാൻ പറ്റി. സഹോദരൻ അയ്യപ്പൻ, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, എം സി ജോസഫ്.
കുരിപ്പുഴ അന്ന് സൗദി അറേബ്യയിലെ കണ്ണിന് എന്തോ പ്രശ്നമായിട്ട് കറുത്ത കണ്ണാടിയൊക്കെ വെച്ചാണ്. അന്ന് ഞങ്ങൾ അവരെ ത്രിമൂർത്തികൾ, ട്രിനിറ്റി, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരി കത്തോലിക്കരുടെ ഇടയിൽ നിന്ന് വരുന്നുണ്ട്, തമാശയ്ക്ക് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ആ സരണി ഇന്ന് പോയിപ്പോൾ എന്താ, യുക്തിവാദി പ്രസ്ഥാനം ചെറിയിരിക്കുക. എനിക്കിപ്പം കേരളത്തിലെ 4 5 ഉണ്ട്. ഇവരെല്ലാം പരസ്പരം വലിയ മത്സരത്തിലും ശത്രുതയിലുമാണ്. ഇവരുടെ എല്ലാം പൊതു സുഹൃത്തായതുകൊണ്ട് ഇവരുടെ എല്ലാം വേദികളിൽ ഞാൻ പോകാറുണ്ട്. അവരുടെ കേരള യുക്തിവാദി സംഘം ഒരെണ്ണം അവരുടെ യുക്തിരേഖയാണ്. ഇന്നിപ്പോൾ രാവിലെ രാജഗോപാൽ വാഗത്താനം വിളിച്ചിരുന്നു, PM ഭാർഗവയുടെ അനുസ്മരണത്തിന് ചെല്ലണമെന്നുണ്ട്. അത് അവരെ നടത്തുന്നു. കേരള യുക്തിവാദി സംഘം വേറെണ്ണമുണ്ട്. പിന്നെ അഖിലേന്ത്യാ യുക്തിവാദി സംഘം, ഭാരതീയ യുക്തിവാദി സംഘം, അങ്ങനെ ഒരു ഒന്നുണ്ട്. അപ്പോൾ യുക്തിയുഗം, യുക്തിരേഖ എന്നൊക്കെ പറഞ്ഞ് 3-4 യുക്തി വിചാരം അതുകൊണ്ട് 3-4 പ്രസിദ്ധീകരണം അതിങ്ങനെ വിഘടിച്ച് നിൽക്കുക. ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്പേസിലേക്കാണ് ഈ അന്ധവിശ്വാസങ്ങളുടെ ഒരു കടന്നുവരവ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളിപ്പോൾ കേരളത്തിൽ എല്ലാവരും മറന്നുപോയി. ഇപ്പം നടക്കുന്ന പല കൊലപാതകങ്ങളും സ്ത്രീപീഡനങ്ങളും ഒക്കെ ചർച്ച ചെയ്യുമ്പോഴും 4 യുവതികളാണ് കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് കേരളത്തിൽ ഒന്നിനു പുറകെ ഒന്നായി മന്ത്രവാദ ചികിത്സയുടെയും ആഭിചാര പ്രക്രിയയുടെയും ഫലമായിട്ട് കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടത്. നമ്മൾ കാണണം, കേരളത്തിൽ നടന്ന സംഭവമാണ്. അത് മനസ്സിലാക്കണം. അപ്പോൾ മാത്രമല്ല, എന്താണ് ഈ അന്ധവിശ്വാസങ്ങളെ വേണം നമുക്ക് മൃദുവെന്നും കഠിനമെന്നും 2ആയിട്ട് തിരിക്കുക. സോഫ്റ്റ് സൂപ്പർസ്റ്റിഷനുമുണ്ട്, ഹാർഡും ഉണ്ട്. ഇപ്പോൾ ജാതകം, വാസ്തു, ജ്യോതിഷം അല്ലേ, പിന്നെ ഇപ്പോൾ കോട്ടയമാണല്ലോ ഏറ്റവും അധികം വിദ്യാസമ്പന്നരുടെ ജില്ല. ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. അവിടെ എപ്പോഴും കാണുന്ന ഒരു എഴുത്താണ് രോഗശാന്തി ശുശ്രൂഷയും വചനപ്രഘോഷണവും. വാക്കുകളൊക്കെ ഇവിടെ നിന്ന് അവർ കോയിൻ ചെയ്യുന്നുള്ളതാണ്. ഇത് ഓരോ അന്ധവിശ്വാസികൾക്ക് അവരുടേതായ വാക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മാത്രമല്ല, വിപണിയുമായിട്ടും അതിനൊരു ബന്ധമുണ്ട്. ഇത് തന്നെ ഒരു അന്ധവിശ്വാസ വിപണി തന്നെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതായത് ഒരുതരം വാണിജ്യവൽക്കരിക്കപ്പെട്ട ആത്മീയതയാണ്. അതൊന്ന് ഏറ്റവും പ്രധാനം അക്ഷയ തൃതീയ അല്ലേ, വൈശാഖ മാസത്തിലെ 3-ാം ചാന്ദ്രദിനത്തിൽ പുണ്യകർമ്മം ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥത്തിലാണ് ഈ അക്ഷയ തൃതീയ. പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ ആ കോയിൻ കാണാൻ നല്ല സുന്ദരമുണ്ട് കേട്ടോ. വീട്ടിൽ വാങ്ങിച്ചു വെക്കാൻ നമുക്ക് തോന്നിപ്പോവും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വരെ ഉണ്ടെന്ന് ഈ സ്വർണ്ണ നാണയങ്ങൾ. അത് സ്വകാര്യം മാത്രമല്ല, നമ്മുടെ SBIയും അത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റൊന്നാണ് വലംപിരി ശങ്ക്. മലയാളത്തിൽ ഒരു നടി തന്നെയാണ്. അത് വന്ന് എല്ലാ ദിവസവും നിർഭാഗ്യവശാൽ നമ്മൾ TV വെച്ചാൽ ഉടൻ തന്നെ അത് തന്നെ കാണുകയും ചെയ്യും. എന്താണെന്ന് അറിഞ്ഞുകൂടാ. വലംപിരി ശങ്ക് അതല്ലേ, ഭൗമ ഊർജ്ജം, ജൈവ ഊർജ്ജം, ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കിട്ടുന്ന, സത്യത്തിൽ ഇപ്പം അത് ഏതോ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനും സാധ്യതയുണ്ട് അല്ലേ? ചൈനയിൽ നിന്നാണെന്നാണ് പറയുന്നത്. അത് കേരളത്തിൽ ഏറ്റവും അധികം ചെയ്യാം. ഞാനൊരിക്കൽ ഈ അക്ഷയ തൃതീയ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ബാങ്കിൻ്റെ ഒരു ഓഫീസറുമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്തു. അപ്പോൾ അദ്ദേഹം ഒരു തമാശയ്ക്കും കാര്യമായിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ തുടങ്ങാൻ പോവാണ്, ഞങ്ങളുടെ മാർക്കറ്റ് ടാർഗറ്റ് ചെന്നൈയാണ്, തമിഴ്നാടാണെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. കേരളത്തിലാണ് ഏറ്റവും അധികം അത് ക്ലിക്ക് ചെയ്തെന്നുള്ളതാണ് സത്യം. അതുപോലെ ഒരുതരം കപട ആത്മീയത നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ നവോത്ഥാന കാലഘട്ടത്തിലൊക്കെ ഈ പറഞ്ഞ മതേതര ആത്മീയതയും അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിലും ഒരു തരത്തിലുള്ള വാണിജ്യവൽക്കരിക്കപ്പെട്ട ഒരു കപട ആത്മീയത നമ്മുടെ കേരളത്തിൽ വളർന്നു. ഒരു ഭക്തി വ്യവസായം തന്നെ. അത് നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്, ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കാണണം. കേരളത്തിൽ നിന്ന് തന്നെ ഈ നമ്മുടെ ഭക്തിയെ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. മറ്റു രാജ്യങ്ങൾ, സൗദി അറേബ്യ എന്നും പിന്നെ അതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഈ പറഞ്ഞ കപട ആത്മീയതയും ഒരുതരം മൗലികവാദവും കേരളത്തിലേക്ക് വരുന്നു. ഇത് രണ്ടും കേരളത്തിൽ നടക്കുന്നു. ഇത് രണ്ടും കൂടെ ചേർന്ന് മാത്രമല്ല, ഇത് മുഴുവൻ ഇന്നിപ്പോൾ ഏറ്റവും അധികം സ്ത്രീ സൗഹൃദമാകാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ ഭക്തി വ്യവസായം ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്യുന്നത് സ്ത്രീകളെയാണ്. അത് വളരെ ദൗർഭാഗ്യകരമാണ്. കാരണം സ്ത്രീ വിദ്യാഭ്യാസമാണ് കേരളത്തിന്റെ എല്ലാ പുരോഗതിയുടെ അടിസ്ഥാനവും നമുക്ക് കാണാൻ കഴിയും. ആണ് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ ആരോഗ്യ മേഖലയിൽ എത്ര നേട്ടങ്ങൾ കൈവരിച്ചതിനെ സംബന്ധിച്ച് ഏതാണ് ഒരു സമൂഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഒത്തിരി ഗവേഷണം നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർമാരുടെ എണ്ണം, ആരോഗ്യ മേഖലയിൽ സർക്കാരിൻ്റെ മുതൽ മുടക്ക് തുടങ്ങിയ അല്ലെ, ഒരു എത്ര ബെഡുകളുണ്ട്, ഇങ്ങനെയൊക്കെ 1000 പേർക്ക് ഇത്ര ബെഡ്, ഇങ്ങനെയൊക്കെ ഒരു കണക്കുകളുണ്ട്. പക്ഷെ അവസാനം എത്തിയ നിഗമനം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിംഗിൾ ഡിറ്റർമിനിങ് ഫാക്ടർ ദാറ്റ് ഇംപ്രൂവ്സ് ദി ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് എ കമ്മ്യൂണിറ്റി ഈസ് ഫീമെയിൽ എഡ്യൂക്കേഷൻ. അതാണ് ഫീമെയിൽ എഡ്യൂക്കേഷൻ. അപ്പോൾ അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംസ്ഥാനത്താണ് സ്ത്രീകളെ ഇരകളാക്കി ആരോഗ്യ മേഖലയിലെ. അതുപോലെ TV സീരിയലൊക്കെ എടുത്താൽ അറിയാമല്ലേ, വൈകുന്നേരത്തെ മുഴുവൻ ആഭിചാരവും കണ്ടവണ. ഞാൻ ഏത് സ്ത്രീയെ കണ്ടാലും കണ്ണിങ്ങനെ ഒരു യക്ഷിയായ അല്ലേ, പ്രേതബാധ ബാധിച്ച ഒരു ക്യാരക്ടറായിരിക്കും. യക്ഷികളെല്ലാം സ്ത്രീകളും ഗന്ധർവന്മാരെല്ലാം പുരുഷന്മാരുമായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകമുണ്ട് അല്ലേ. കടമറ്റത്ത് കച്ചനായ ഒരു പുരുഷനാണ്. അദ്ദേഹം ഒഴിക്കുന്ന മുഴുവൻ പ്രേതബാധ ബാധിക്കുന്ന മുഴുവൻ. ഇതെല്ലാം നമ്മുടെ വൈകുന്നേരം 9 മണി തൊട്ട്
ഇപ്പോൾ ഇതിനെ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ സ്ത്രീകളുടെ ടാർഗറ്റ് ചെയ്താൽ ഇത് മുഴുവൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥാവിശേഷം കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കാം. കാരണം എങ്കിലും നമുക്കൊത്തിരി സാധ്യതകളുണ്ട്. അത് വിനിയോഗിക്കാനുള്ള സംരംഭങ്ങളും കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഒന്ന്, കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരവും ഇതുമായിട്ട് ബന്ധപ്പെട്ടും കൂടെ നിൽക്കുന്നത്. വിദ്യാഭ്യാസ നിലവാരം പൊതുവെ കുറഞ്ഞു വരുന്നു എന്നൊക്കെ നമുക്ക് പരാതിയുണ്ട്. പക്ഷേ എങ്കിലും ഏറ്റവും അവസാനം വന്ന ഒരു കണക്ക് ഭാഗ്യത്തിന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക്, അതിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 കോളേജുകൾ 14 കേരളത്തിൽ നിന്നാണ്. അത് തമിഴ്നാടാണ് ആദ്യം 37 കോളേജാണ്. അത് കഴിഞ്ഞാൽ കേരളമാണ് 2ാം സ്ഥാനം വന്നിട്ടുണ്ട്. ക്രൈസ്റ്റ് കോളേജാണ് 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. രണ്ടാമതൊരു കണക്ക് ഞാൻ പരിശോധിച്ചത്, ഇപ്പോൾ യൂണിവേഴ്സിറ്റികളെ 98 തൊട്ട് 2008 വരെ. അപ്പോൾ യൂണിവേഴ്സിറ്റി വിലയിരുത്തുമ്പോൾ പ്രധാനമായിട്ടും അവിടുന്ന് എത്ര പേപ്പർ പബ്ലിഷ് ചെയ്യുന്നു, നമ്പേർഡ് ജേർണൽസിൽ വന്ന പേപ്പർ എത്രയുണ്ട്, അത് എത്ര സൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, സൈറ്റേഷൻ കൂടെ നോക്കണം, സൈറ്റേഷൻ ഇൻഡെക്സും കൂടെ നോക്കണം. മൂന്നാമത് പേറ്റന്റ് എത്ര ഉണ്ടെന്നുള്ളതാണ്. പേറ്റന്റ് കാര്യമായിട്ട് നമുക്കില്ല, അതുകൊണ്ട് പിന്നെ അതിലേക്ക് നോക്കണ്ട. പക്ഷേ പേപ്പറിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ 50 യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചുള്ള പഠനത്തിൽ 2008 തൊട്ട് 98 തൊട്ട് 2008 വരെയുള്ള വർഷങ്ങളാണ്. അതിലെ ആദ്യത്തെ 50-ൽ 3 സർവകലാശാലകൾ വരുന്നുണ്ട്. ഒന്നാം റാങ്ക് വന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിക്കാണ്. രണ്ടാമത്തത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്കാണ്. മൂന്നാമത് കേരള യൂണിവേഴ്സിറ്റിക്ക്, നാലാമത് എം ജി യൂണിവേഴ്സിറ്റിക്കാണ്. പക്ഷേ കണക്ക് വിശദമായിട്ട് പരിശോധിക്കുമ്പം ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 6572 പേപ്പറാണ് പബ്ലിഷ് ചെയ്തെങ്കിൽ കൊച്ചിൻ സർവകലാശാലയിൽ നിന്ന് അതിന് വളരെ താഴെ 1784 കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 748 ഉണ്ട്. എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 821 പേപ്പറുണ്ട്. പിന്നെ അതിൻ്റെ സൈറ്റേഷൻ ഇൻഡെക്സ് വെച്ച് പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ നമ്മൾ അത്ര മോശമല്ല. അബൌട്ട് 70%, മോർ ദാൻ 70% ഓഫ് ദീസ് പേപ്പേഴ്സ് ആർ സൈറ്റഡ്. സോ മോശമല്ല, വി ആർ കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. മാത്രമല്ല, കേരളത്തിലെ സർവകലാശാലകളിൽ ധാരാളം ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സുകളും ഡിപ്പാർട്ട്മെൻറ്റുകളും സമീപകാലത്ത് തുടങ്ങി വളരെ പ്രഗത്ഭരായ, അവരുടെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല. ഇപ്പം പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ബയോ ഇൻഫോർമാറ്റിക്സ് ആൻഡ് സിസ്റ്റം ബയോളജി അച്യുത് ശങ്കർ നേതൃത്വം കൊടുക്കുന്നതാകാം, അല്ലെങ്കിൽ നാനോ ടെക്നോളജിയിലെ ഡോക്ടർ സാബു നേതൃത്വം കൊടുക്കുന്ന സെൻ്ററാകാം എം ജി യൂണിവേഴ്സിറ്റി. ഇങ്ങനെ ധാരാളം സെൻ്ററുകൾ അടുത്ത കാലത്ത് കേരളത്തിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഉൽപ്പാദന മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാം പറ്റുമെങ്കിൽ പോയി കാണേണ്ട ഒരു സ്ഥാപനമുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ മാത്രമാണ് അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നതെന്ന് പലരും പറയാറുണ്ട്. ശ്രീചിത്ര തിരുനാൾ മെഡിക്കൽ കോളേജ്, SCTI MST എന്നാണ് അതിൻ്റെ പേര്. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് അതിൻ്റെ പൂർണ്ണമായ പേര്. ഇറ്റ് ഇസ് എ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി. അതിന് 3 വിങ് ഉണ്ട്. അത് വല്യത്താൻ സാറിൻ്റെ വലിയൊരു സംഭാവനയാണ് കേട്ടോ കേരളത്തിൽ നൽകിയിട്ടുള്ളത്. ചെറിയ സംഭാവനയല്ല. ലോകത്തൊരിടത്തും അങ്ങനെ 3 വിങ്ങുമില്ല പല നോക്കിക്കഴിഞ്ഞാൽ. ഒന്ന് ചികിത്സയ്ക്കുള്ള, അത് 4 ഡിപ്പാർട്ട്മെൻറ്റുകളേ ഉള്ളൂ. ന്യൂറോളജി, ന്യൂറോ സർജറി, കാർഡിയോളജി, കാർഡിയോതൊറാസിക് സർജറി, ഇങ്ങനെ 4 ഡിപ്പാർട്ട്മെൻറ്റുകളേ ഉള്ളൂ. അത് തന്നെ വളരെ യാദൃച്ഛ്യമായിട്ട് സംഭവിച്ചതാണ്. കാരണം കോതർമ്മ രാജാവേനെ ഒരു ആനകുത്തി ശാസ്ത്രത്തിലും അങ്ങനെയാണ്, സാറിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ പലപ്പോഴും വളരെ യാദൃച്ഛ്യമായ ചില സംഭവങ്ങളാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, അതുമായി ഒരു ബന്ധവും ഇല്ലാത്ത. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് കിടത്താൻ നോക്കുമ്പോൾ മെഡിക്കൽ കോളേജ് പേവാടില്ല. എൻ്റെ ചീഫായിരുന്ന ഡോക്ടർ സാംബശിവൻ സാറിൻ്റെ മുറിയിലൊരു കട്ടിലുണ്ട്, അവിടെ കൊണ്ടാണ് കിടത്തിയത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ എന്തെങ്കിലും റോയൽ ഫാമിലി ഒരു സ്ഥാപനത്തിന് ഫണ്ട് തരാം. പക്ഷേ റോയൽ ഫാമിലിക്ക് 2 ബെഡ് അവിടെ എപ്പോഴും റൂം റിസർവ് ചെയ്തിരിക്കണം, അതാണ് കണ്ടീഷൻ. അപ്പോൾ സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് PKR വാര്യർ സാർ, അദ്ദേഹം തൊറാസിക് സർജനാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ആലോചിച്ചാണ് ഈ കാർഡിയോളജി തൊറാസിക്കും ന്യൂറോ സർജറി മാത്രമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ വേറെ അടുത്തില്ല അങ്ങനത്തെ. പക്ഷെ അതോടൊപ്പം തന്നെ അച്യുത് മേനോൻ്റെ പേരിൽ പബ്ലിക് ഹെൽത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെയാണ് ഡോക്ടർ രാമൻകുട്ടി, അദ്ദേഹത്തിൻ്റെ തന്നെ മകൻ രാമൻകുട്ടി ആണ് അതിൻ്റെ ഡയറക്ടർ. ഞങ്ങളുടെ സുഹൃത്തും പരിഷത്ത് പ്രവർത്തകനായ തങ്കപ്പൻ അവിടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ മൂന്നാമത് ബയോടെക്നോളജി വിഭാഗം അവരുടെ വേറൊരു സ്ഥാപനമാണ്. അവിടെയാണ് കേരളത്തിലെ ഗവേഷണം സാധ്യമാണെന്നും ഗവേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുമെന്നും തെളിയിച്ചു എന്നുള്ളതാണ്. അവരെന്തൊക്കെയാണ് ചെയ്തത്? ഒന്ന്, അവരാദ്യം മാർക്കറ്റ് ചെയ്യുന്നത് ഹാർട്ട് വാൽവ് അവർ ഡെവലപ്പ് ചെയ്തു. ഹാർട്ട് വാൽവ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത്, ഇന്നാണിപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറിയും ഒക്കെ, പണ്ട് ഉണ്ടായിരുന്നത് റുമാറ്റിക് ഹാർട്ട് ഡിസീസിൻ്റെ ഭാഗമുണ്ടായിരുന്ന വാൽവുലാർ ഡിസീസാണ്. ഇന്നത് കുറഞ്ഞു വരികയാണ്. ഏതാണ്ടെത്തി വളരെ കുറച്ച് പേർക്ക് മാത്രമേ അത് ബാധിക്കാറുള്ളൂ, റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. അപ്പം അതിൻ്റെ അയോർട്ടിക് വാൽവ് ചുരുങ്ങിപ്പോവും, അയോർട്ടിക് സ്റ്റിനോസിസ് തുടങ്ങിയ രോഗങ്ങൾ. അപ്പോൾ ആ വാൽവ് മാറ്റി വെക്കണം. അപ്പോൾ ആ വാൽവ് മാറ്റി വെക്കണമെങ്കിൽ അതിനുവേണ്ടി വളരെ വില കൂടിയ, അന്ന് ലക്ഷക്കണക്കിന് രൂപ പണം മുടക്കി വേണം ഈ വാൽവ് വരുത്താൻ. ഇന്ത്യയിലും ഉൽപ്പാദിപ്പിക്കുന്നില്ല. അവർ ഹാർട്ട് വാൽവ് ഉണ്ടാക്കി, ചിത്ര വാൽവ്, വളരെ തുച്ഛമായ വിലയ്ക്ക് അത് മാർക്കറ്റ് ചെയ്യുന്നു.
TTK കൊണ്ടാണ് അവർ മാർക്കറ്റ് ചെയ്തത്. മറ്റൊന്ന് ഷണ്ട് ട്യൂബ്, ഈ ഹൈഡ്രോകെഫാലസ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നതാണ്. എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം ഷണ്ട് ട്യൂബ് ഈ ഹൈഡ്രോകെഫാലസ് വരുന്ന കുട്ടികളുടെ തലച്ചോറിൽ കെട്ടി നിൽക്കുന്ന സെർബ്രോസ്പൈനസ് ഫ്ലൂയിഡ് ഇങ്ങനെ ഒന്നുകിൽ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ പെരിട്ടോണിയത്തിലേക്ക് വയറ്റിനകത്തേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്യൂബാണ്. അപ്പോൾ അന്ന് പുഡൻസ് വാൽവ് എന്നും ഒരു ട്യൂബാണ് ഉണ്ടായിരുന്നത്. 10,000 രൂപ അന്ന് വില. ഞാൻ 80-കളിലെ കാര്യമാണ് പറയുന്നത്. 10,000 rupees, വെരി ഹൈ കോസ്റ്റ്. അപ്പോൾ അതിനിടയ്ക്ക് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ പീഡിയാട്രിക് സർജറിലെ ഒരു ഡോക്ടർ ഒരു വാൽവ് ഉണ്ടാക്കി. പക്ഷെ അതൊക്കെ ബ്ലോക്ക് ചെയ്തു. സാറിന് ഈ ഫ്ലൂയിഡ് കെട്ടി നിൽക്കുമ്പോൾ അതിനകത്ത് പ്രോട്ടീൻ കൂടുന്നതുകൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. പിന്നെ വീണ്ടും റിവേഴ്സ് ചെയ്യേണ്ടി വരും, ഇൻഫെക്ഷൻ വരും, വലിയ ബുദ്ധിമുട്ടാണ്. പാവപ്പെട്ട കുട്ടികൾക്കാണ് ഇത് കഞ്ഞിൽ ഹൈഡ്രോകെഫാലസ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോഴാണ് ഇവർ ഒരു വാൽവ് ഉണ്ടാക്കി 250 രൂപയ്ക്ക് അവർ മാർക്കറ്റ് ചെയ്തു. 10,000 rupeesന് ഉപയോഗിച്ചിരുന്ന പുഡൻസ് വാൽവിൻ്റെ സ്ഥാനത്ത് നമുക്ക് 250 രൂപയ്ക്ക് ശ്രീത്ര മാർക്കറ്റ് ചെയ്തു. അതുപോലെ തന്നെ ബ്ലഡ് ബാഗ് തുടങ്ങിയ നിരവധി ഉപകരണം. ഞാൻ ഈ അടുത്ത കാലത്ത് അവിടെ സന്ദർശിച്ചിരുന്നു. നിരവധി ഇപ്പോൾ ബയോടെക്നോളജി രംഗത്തേക്കും കൂടെ അവർ കടന്നു. സ്റ്റെം സെൽ ഗവേഷണം അവർ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ മാറ്റം കേരളത്തിൽ സാധ്യമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒത്തിരി ശുഭാപ്തി വിശ്വാസം നൽകുന്നുണ്ട്. മറ്റുള്ളവർക്കും ഇത് ശ്രമിക്കാവുന്നതാണ്. രണ്ടാമത്, ഇപ്പോഴത്തെ ഒരു ഫാഷൻ പോലെയാണ് ആയിട്ടുണ്ട് എങ്കിലും സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അടുത്ത കാലത്ത് EMSന്റെ വിദ്യാഭ്യാസ ചിന്തകൾ എന്നുകൊണ്ട് പ്രഭാഷണം നടത്തണമെന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ കാർത്തികൻ നായർ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, EMS അങ്ങനെ വിദ്യാഭ്യാസം അങ്ങനെ വലിയ സംഭാവനയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കുറേ റെഫർ ചെയ്തപ്പോൾ 4ാം പഞ്ചവത്സര പദ്ധതിക്ക് ഒരു ബദൽ രേഖ പുള്ളി അവതരിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് വിദ്യാഭ്യാസത്തെക്കുറിച്ചൊരു ഭാഗമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട പല നിർദ്ദേശങ്ങളെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനകത്ത് ഈ ടെക്നോളജിക്ക് വലിയ ഊന്നൽ കൊടുക്കുന്നുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം പുള്ളി ടെക്നോളജിക്കൊക്കെ പറയാം, അത് ഈ വൊക്കേഷണലൈസേഷൻ, പോളിടെക്നിക്കലൈസേഷൻ എന്നുള്ള വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, ഈ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ വ്യവസായ യൂണിറ്റുകൾ തുടങ്ങുന്നു. അന്നത്തെ അറിവ് വെച്ച് പറയുക, ദേ ഷുഡ് സ്റ്റാർട്ട് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. ഹി ഹാസ് മെൻഷൻ ദാറ്റ് ആക്ച്വലി. സർപ്രൈസിങ്. അപ്പോൾ അത് ആണ് നമ്മൾ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ സംരംഭങ്ങൾ. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ തന്നെയുണ്ട്. 10,000 സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ തുടങ്ങി. ഏറ്റവും കുറഞ്ഞത് 1000 സ്റ്റാർട്ടപ്പ് അവസാനം ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഇന്നിപ്പോൾ കേരളത്തിൽ വൻതോതിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് പിന്നെ അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ധാരാളം യുവാക്കൾ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ മേഖലകളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഞാനിപ്പം അവിടെ ചെന്നപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് മിഷനിലെ ഒരു സംരംഭം ഞാൻ തന്നെയാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത്, ഡോക്ടർ. അപ്പോൾ അതിൽ ഉമ്മനൊക്കെ ചേർന്നാണ് തുടങ്ങിയത്. അത് ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ ഈ പാമ്പ് കടിക്കുമ്പം പോളിവിനമാണ് കൊടുക്കുന്നത്. പലതരത്തിലുള്ള പാമ്പിൻ വിഷത്തിനുള്ള ഒരു വിനം ഇതാണ് നമ്മൾ ആൻറ്റിഡോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ ഒരു കുഴപ്പം അതിന് വില വളരെ കൂടുതലാണ്. എല്ലാ വിനത്തിനും വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ഇവർക്ക് ഒരു സാങ്കേതികത ഒരു കണ്ടുപിടിക്കുകയാണ്. പാമ്പിനെ ഐഡൻറ്റിഫൈ ചെയ്ത് രക്തപരിശോധന നടത്തിയാൽ ഏത് പാമ്പാണ് കടിച്ചതെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി മാത്രമുള്ള വിനം ആൻറ്റിഡോട്ട് കൊടുക്കാൻ പറ്റിയുള്ള സാങ്കേതികതയാണ് അവർ വികസിപ്പിച്ചെടുക്കുന്നത്. ഒരുപക്ഷെ എൻ്റെ ഒരു പ്രതീക്ഷ ധാരാളം സാധ്യതകൾ കേരളത്തിലുണ്ട്. അതായത് യുവാക്കൾ, ഇവിടെ ഇരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള യുവാക്കളോട് എനിക്കത് പ്രത്യേകിച്ച് പറയാനുണ്ട്. കാരണം ഇന്നിപ്പോൾ നമ്മൾ ലോകത്ത് ഇന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്ന എല്ലാ സാങ്കേതിക വിദ്യകളും 25 വയസ്സിന് താഴെയുള്ളവർ കണ്ടുപിടിച്ചു. 25 നിങ്ങൾ വിശ്വസിച്ച് പറയുമ്പോൾ തമാശയായിട്ട് തോന്നാം. ആ കണക്ക് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് മൈക്രോസോഫ്റ്റ് തൊട്ട് തുടങ്ങാം. മൈക്രോസോഫ്റ്റിനും ബിൽ ഗേറ്റ്സിനും സംബന്ധിച്ച് നമുക്ക് ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കുത്തകവൽക്കരണത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. അദ്ദേഹം വളരെ മുൻകൂട്ടി കാര്യങ്ങൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ റോഡ് ഹെഡ് എന്നുള്ള പുസ്തകം എല്ലാവരും വായിക്കുന്ന നന്നായിരിക്കും. അതിൽ ഈ ബിൽ ഗേറ്റ്സ് പറയുന്ന ഒരു കാര്യം, ഡോണ്ട് പ്ലാൻ ഫോർ നെക്സ്റ്റ് 10 years, പ്ലാൻ ഫോർ നെക്സ്റ്റ് ഇയർ, തിങ്സ് ആർ ചേഞ്ചിങ് സോ ഫാസ്റ്റ്. ഇപ്പോൾ പുള്ളിയുടെ കാരൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്താണ്, പിന്നെ there should be a computer on the desktop of everybody. അങ്ങനെ ഡെസ്ക്ടോപ്പ് എന്നുള്ള വാക്ക് വരുന്നത്. എന്നിട്ട് ശബ്ദം ഇച്ചിരി കുറച്ച് പറഞ്ഞു, റണ്ണിങ് മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ. അതാ പുള്ളി അച്ചീവ് എന്നുള്ള. മൈക്രോസോഫ്റ്റ് അദ്ദേഹം സ്ഥാപിക്കുന്ന 1975-ലാണ്. അങ്ങനെ ജനിക്കുന്ന 1955-ലാണ്. 20 വയസ്സുള്ളപ്പോഴാണ് മൈക്രോസോഫ്റ്റ് റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് ആൻഡ് ഹി ഹാസ് ചേഞ്ച് ദ വേൾഡ്. എല്ലാവരും മൈക്രോസോഫ്റ്റിൻ്റെ നമ്മളെന്തെല്ലാം ഒരു അവതരണം നടത്താം. പവർ പോയിന്റ് എന്നാണ് പറയുന്നത് അല്ലേ. ആക്ച്വലി യു സേ പവർ പോയിന്റ്, യു ഡോണ്ട് സേ ഓഡിയോ വിഷ്വൽ പ്രസൻറ്റേഷൻ. അപ്പോൾ അത് അയാൾ സാധിച്ചു എന്നുള്ളതാണ് വലിയ അത്ഭുതം. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പോളലൻ, ഇച്ചിരി കൂടെ പ്രായമുണ്ട്, 22 വയസ്സ്. പോളലിന് 22 വയസ്സേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെയൊക്കെ ജീവിതം മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഗൂഗിളാണ് അല്ലേ. ലോകം തന്നെ ഒരു ഗൂഗിളോ ഗ്രാമമായി മാറിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം. ഗൂഗിളെ ഒരു ദിവസമെങ്കിലും സെർച്ച് ചെയ്യാത്തൊരു കാണും. ആരാ തുടങ്ങിയത്? ലോറൻസ് പേജും സെർജി ബ്രിന്നും രണ്ടുപേരും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി PhD ചെയ്യുമായിരുന്നു. പിന്നെ ഇടയ്ക്കൊരു കാര്യം കൂടെ ഞാൻ പറയാം. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ ഡ്രോപ്പ് ഔട്ട്സുകളാണ് ഈ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്. ഈയിടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ, എൻ്റെ ബന്ധുവിൻ്റെ മകൻ, ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചിട്ട് ഇടയ്ക്ക് തോറ്റു കഴിഞ്ഞപ്പം പുള്ളി നിർത്തി. പിന്നെ
ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. അപ്പം ബിടെക് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു. നോ ഇവരെല്ലാം ഡ്രോപ്പ് ഔട്ട്സ് ആണെന്ന് പറഞ്ഞു. ബിൽ ഗേറ്റ്സും ഒക്കെ ഡ്രോപ്പ് ഔട്ട്സ് ആയതുകൊണ്ട് അയാൾ ഡ്രോപ്പ് ഔട്ട് ആയല്ല, ഹി വോക്ക്ഡ് ഔട്ട് ഓഫ് ദി യൂണിവേഴ്സിറ്റി. ബിക്കോസ് അങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി പോയി. ഹി വാസ് അവിടുത്തെ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ നമ്പർ 1 ആയിരുന്നു ബിൽ ഗേറ്റ്സ്. വേണ്ടാന്ന് വെച്ചാൽ അതും ഡ്രോപ്പ് ഔട്ടിൽ വ്യത്യാസമുണ്ട് കേട്ടോ, അതിരിക്കട്ടെ. അപ്പം അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കുട്ടികളൊന്നും. അപ്പോൾ ഏതായാലും ബിൽ ഗേറ്റ്സ് ഇവർ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി റിസർച്ച് ചെയ്തപ്പം 2 പേർക്ക് 25 വയസ്സേ ഉള്ളൂ. അവർ പിന്നെ 91 തോന്നുന്നു ഇത് സ്ഥാപിച്ചപ്പോൾ. ഗൂഗിൾ, ഫേസ്ബുക്ക്, മാർക്ക് സുക്കൻബർഗ് ഫേസ്ബുക്ക് തുടങ്ങുമ്പോൾ അങ്ങർക്ക് 22 വയസ്സാണ്. പിന്നെ ലിനക്സ് ടോർവാൾഡ്സ് ലിനക്സ് കർണൽ, അതാണല്ലോ ഇപ്പം ലിനക്സിലും അതുപോലെ ക്രോമിലും ആൻഡ്രോയിഡിലും ഒക്കെ വയ്ക്കുന്നത്. കർണൽ അങ്ങനെ പയ്യനാണ്. അങ്ങനെ നോക്കിയപ്പം അവിടുത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നും വാങ്ങാൻ പൈസ ഇല്ല അന്ന്, എല്ലാം പേറ്റന്റ് ചെയ്തു. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ തന്നെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തുടങ്ങിക്കളയാന്ന് പറഞ്ഞാണ് ഈ കർണൽ ഉണ്ടാക്കുന്നത്. ഹി വാസ് ഓൺലി 22 years. ഓക്കെ. സോ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ സ്റ്റാർട്ടപ്പ് ഒക്കെ നമ്മൾ പുച്ഛിക്കേണ്ട കാര്യമില്ല. ലോകം ഇന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്ന 25 വയസ്സിന് താഴെയുള്ള ആളുകളാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിനുള്ള ഒത്തിരി സാധ്യതകൾ തുറന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ ശുഭാപ്തി വിശ്വാസം, ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം കേരള സമൂഹത്തിൽ ഉള്ളപ്പോൾ തന്നെയും നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസം തരുന്ന ഒരു അന്തരീക്ഷം കൂടി ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കാം. നിരാശയുടെ ആവശ്യമില്ല, നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ മതി. ഈ ലിങ്കേജസ് ഒക്കെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അന്ധവിശ്വാസങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞാലും ലോകത്തിലെ തന്നെ അത് ഇത്രയധികം താഴെത്തട്ടിൽ പ്രവർത്തനമുള്ള ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം പരിഷത്ത് പോലെ ഇല്ല എന്നുള്ളൊരു സത്യമാണ്. അവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലുള്ള ഒരു സംഘടന നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ നവോത്ഥാന പാരമ്പര്യങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോയി അന്ധവിശ്വാസത്തിൽ നിന്നൊക്കെ നമ്മുടെ കേരളത്തെ വിമോചിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇന്ന് നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസം തരുന്ന ഒരു ചടങ്ങും കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് എന്തുകൊണ്ടാണ് ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളും സർവകലാശാലകളും തമ്മിൽ ബന്ധപ്പെടണം, സർവകലാശാലകളും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിൽ പെടണം, ഗവേഷണ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ മേഖലയും തമ്മിൽ ബന്ധപ്പെടണം. അങ്ങനെ ഒരു ബന്ധപ്പെടലാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹാൻഡ് ഹോൾഡിങ്, ഇപ്പോഴത്തെ പുതിയ വാക്ക് അതാണ് സാങ്കേതികമായിട്ട്, ഈ ഒരു കൈകോർക്കൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ കേരളത്തിൻ്റെ ഈ ശാസ്ത്ര പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പഴയ ശാസ്ത്ര പാരമ്പര്യം ഒക്കെ നമ്മൾ ഗൗരവമായി പരിഗണിക്കുകയും ഇന്ന് നമ്മുടെ മുന്നിലുള്ള സാധ്യതകൾ, ഈ ഗവേഷണ സ്ഥാപനങ്ങളുടെയൊക്കെ സാന്നിധ്യവും ഗവേഷണത്വരയുള്ള വിജ്ഞാനത്വരയുള്ള ഒരു സമൂഹവും ആയിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ മാറ്റത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. അതിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്കെല്ലാം കൂട്ടായി ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ വരാൻ കഴിഞ്ഞതിലും പ്രത്യേകിച്ച് സാറിൻ്റെ ഈ പുസ്തക പ്രകാശനമായിട്ട് ഒത്തിരി പുസ്തക പ്രകാശനം കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു കലാപരിപാടിയാണെന്ന് പറയാം. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാറിൻ്റെ ഒരു പുസ്തകം, ഞാനിത് സാറെ പ്രസിദ്ധീകരിക്കുമ്പോൾ സാധാരണ തുടരാനായിട്ട് വരുന്ന ലേഖനങ്ങൾ ഞാൻ വായിക്കാറില്ല. ഇത് ഞാൻ എപ്പോഴും വളരെ താല്പര്യപൂർവ്വം സാറിൻ്റെ ലേഖനങ്ങൾ വായിച്ചുകൊണ്ടിരുന്നതാണ്. ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ടെൻ്റെ വാക്കുകളാണ് സാർ.